അഞ്ചുതെങ്ങ് കലാപം. ഈ ബേസിക് ആയിട്ടുള്ള ഇതെല്ലാം തന്നെ പഠിച്ചു പോയി, ഇതൊക്കെ തന്നെ പ്രിലിംസിന് ചോദിക്കുള്ളൂ. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം നിങ്ങൾ പഠിക്കണം, കാരണം എല്ലാം പ്രീവിയസ് ആയി ചോദിച്ചതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അഞ്ചുതെങ്ങ് കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്നിട്ടുള്ള ആദ്യത്തെ കലാപമാണ്. കേരളത്തിൽ നടന്ന ആദ്യ കലാപം, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്നിട്ടുള്ള ആദ്യത്തെ കലാപമാണ് എന്തെന്ന് പറയുന്നത്? അഞ്ചുതെങ്ങ് കലാപം. അപ്പോൾ ഈ അഞ്ചുതെങ്ങ് കലാപം നടന്ന ജില്ല തിരുവനന്തപുരമാണ്. ഇതിനുള്ള കാരണം എന്താണ്? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ് ഒരു തവണ. കുരുമുളകിന്റെ വ്യാപാര കുത്തക, കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെ തുടർന്ന് നടന്നിട്ടുള്ള ഒരു കലാപമാണിത്. അപ്പോൾ ഈ അഞ്ചുതെങ്ങ് എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണ്ടകശാലയാണ് അഞ്ചുതെങ്ങ് എന്ന് പറയുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് എന്ത്? അഞ്ചുതെങ്ങ്. അപ്പോൾ ഈ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ചത് ഏത് വർഷമാണ്? 1695. കലാപം നടന്നത് 1697. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത് ആദ്യ കലാപമാണ്, ചോദിച്ചിട്ടുള്ളതാണ്. അതിന്റെ കാരണം ചോദിച്ചിട്ടുണ്ട്. എന്താണ്? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാരെ സ്വന്തമാക്കിയതിനെ തുടർന്ന്. ഇനി അവിടെ കോട്ട പണി കഴിപ്പിച്ചത് 1695, കലാപം നടന്നത് 1697. അപ്പോൾ ഇങ്ങനെ ഒരു വ്യാപാരശാല അഞ്ചുതെങ്ങിൽ പണി കഴിപ്പിക്കാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് അനുവാദം നൽകിയ വേണാട് ഭരണാധികാരി ആരായിരുന്നു? അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണിയാണത്. ഉമയമ്മ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണിയാണ് അതിനുള്ള അനുവാദം കൊടുത്തത്. അപ്പോൾ ഈ അനുവാദം ചോദിച്ചു തന്ന ആ ബ്രിട്ടീഷുകാരൻ, അനുവാദം നേടിയെടുത്തിട്ടുള്ള ആ ബ്രിട്ടീഷുകാരൻ്റെ പേരെന്താണ്? ജോൺ ബ്രാബോൺ ആണ്. ജോൺ ബ്രാബോൺ ആണ് ഉമയമ്മ റാണിയിൽ നിന്നും അതിനുള്ള അനുവാദം നേടിയെടുത്തിട്ടുള്ള ബ്രിട്ടീഷുകാരൻ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് അഞ്ചുതെങ്ങ് കലാപത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി ആറ്റിങ്ങൽ കലാപം എന്ന് പറഞ്ഞാൽ എന്താ? അഞ്ചുതെങ്ങ് കലാപം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടന്നിട്ടുള്ള, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ്. എന്നാൽ ഇതാണെങ്കിൽ ആദ്യ സംഘടിത കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഏത് വർഷം? വിത്ത് ഡേറ്റ് പഠിക്കണം. 1721 ഏപ്രിൽ 15. അപ്പോൾ ഈ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആരായിരുന്നു? ആദിത്യവർമ്മ. ഈ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആദിത്യവർമ്മയായിരുന്നു. അപ്പോൾ ഈ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ഗിഫോർഡ്. അതിൻ്റെ കൂടെ തന്നെ 150ഓളം ബ്രിട്ടീഷുകാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇനി ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഏത്? വേണാട് ഉടമ്പടി. ചോദിച്ചിട്ടുള്ളതാണ് വേണാട് ഉടമ്പടി. ഏത് വർഷമാണ്? 1723. 1723. അപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 1721 ഏപ്രിൽ 15. വേണാടിലെ ഭരണാധികാരി ആ സമയത്ത് ആരായിരുന്നു? ആദിത്യവർമ്മയായിരുന്നു. ഈ കലാപത്തിൽ വധിക്കപ്പെട്ടിട്ടുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. അപ്പോൾ ഇതിനെ തുടർന്ന് ഒപ്പുവെച്ചിട്ടുള്ള ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. അപ്പോൾ ഈ വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ, ഈ ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. മാർത്താണ്ഡവർമ്മ, നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന പേരിൽ. അതേപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് ആരായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒപ്പുവെച്ചത് ആരാണ്? അലക്സാണ്ടർ ഓമാണ്. അലക്സാണ്ടർ ഓം. അപ്പോൾ ഈ രണ്ട് പേരുകളും പഠിച്ചു വയ്ക്കുക. വേണാട് ഉടമ്പടി 1723. അപ്പോൾ ഇതിൽ ഒപ്പുവെച്ചിട്ടുള്ള രണ്ടാൾക്കാർ, ഒന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ടും ഒന്ന് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ചിട്ടുള്ള ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് അലക്സാണ്ടർ ഓമുമാണ്. ഇനി പഴശ്ശി കലാപങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പഴശ്ശി കലാപങ്ങൾ എന്ന് പറയുമ്പോൾ പഴശ്ശി രാജയെ പറ്റി പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നിങ്ങനെയൊക്കെ ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിച്ചിരുന്ന രാജാവാണ് പഴശ്ശിരാജ. അതുപോലെ തന്നെ പുരളിശമ്മൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? പഴശ്ശിരാജ തന്നെയാണ്. ഇനി കേരള സിംഹം എന്നറിയപ്പെടുന്നതും പഴശ്ശിരാജാവാണ്. പഴശ്ശിരാജാവിനെ കേരള സിംഹം എന്ന് വിളിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. അതുപോലെ തന്നെ കേരള സിംഹം എന്ന പുസ്തകം എഴുതിയതും ആര് തന്നെയാണ്? സർദാർ KM പണിക്കർ തന്നെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്.
പഴശ്ശിരാജ, കൊട്ടിയൂട്ട് രാജ, പുരളിച്ചെമ്മൻ, കേരള സിംഹം എന്നൊക്കെ അറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. സർദാർ KM പണിക്കരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചത്. അപ്പോൾ ഒന്നാം പഴശ്ശിക്കലാപം നടന്നത് 1793 മുതൽ 97 വരെയുള്ള കാലഘട്ടത്തിലാണ്. 1793-97. അതിനുള്ള കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായിട്ടുള്ള നികുതി പരിഷ്കാരങ്ങളായിരുന്നു ഇതിനുള്ള കാരണം. അപ്പോൾ ഒന്നാം പഴശ്ശി കലാപമുണ്ട്, രണ്ടാം പഴശ്ശി കലാപമുണ്ട്. ഒന്നാമത്തേൻ്റെ കാലഘട്ടം പഠിക്കണം, രണ്ടാമത്തേൻ്റെയും പഠിക്കണം. 1793 മുതൽ 97 വരെയാണ് തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ് ഇതിനുള്ള കാരണം. അപ്പോൾ ഇതിൻ്റെ മെയിൻ കേന്ദ്രം എവിടെയായിരുന്നു? ഈ ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് പുരളിമലയാണ്. തലശ്ശേരി താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. പുരളിമല എവിടെയാണ്? തലശ്ശേരി താലൂക്കിലാണ്, കണ്ണൂര്. അപ്പോൾ ഈ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാനായിട്ട് പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായിട്ട് നിന്നത് ആരാ? ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഫസ്റ്റ് ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാനായിട്ട് ഇടനിലക്കാരനായി നിന്നിട്ടുള്ള വ്യക്തിയാണ് ചിറക്കൽ രാജാവ്. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം ചോദിച്ചിട്ടുണ്ട്. 1800 മുതൽ 805 വരെയാണ്. 4ാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ട് നടന്നിട്ടുള്ളതാണ് ഈ രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണ്? വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. വയനാട് പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചത്. ഓക്കെ. അപ്പോൾ ആദ്യത്തേത് നികുതി പരിഷ്കാരങ്ങൾ കൊണ്ടാണ്. ഇത് വയനാട് പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ പഴശ്ശിരാജയെ സഹായിച്ചത് ആരൊക്കെയാണ്? കൈതേരി അമ്പുനായരുണ്ട്, അതുപോലെ തന്നെ എടച്ചേന കുങ്കൻ. ഇതൊക്കെ ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഏതൊക്കെയാണ്? കൈതേരി അമ്പു ഉണ്ട്, കൈതേരി അമ്പുനായർ, അതുപോലെ തന്നെ എടച്ചേന കുങ്കൻ ഉണ്ട്. ഇനി ഏമൻ നായർ ഉണ്ട്, അതുപോലെ തന്നെ ശങ്കരൻ നമ്പ്യാർ, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരുമുണ്ട്. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരുമുണ്ട്. അപ്പോൾ അതിൻ്റെ സർവ്വസൈന്യാധിപൻ എന്ന് പറയുന്നത് ആരായിരുന്നു? കൈതേരി അമ്പുവായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തലക്കൽ ചന്തു. അപ്പോൾ ഇതിൽ ഉപയോഗിച്ച യുദ്ധതന്ത്രം എന്താണ്? രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ ഉപയോഗിച്ച യുദ്ധതന്ത്രമാണ് ഏത്? ഗറില്ല യുദ്ധം. ഇനി ആ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ, ഈ വിപ്ലവ സമയത്ത് ഉണ്ടായിരുന്ന തലശ്ശേരി സബ് കളക്ടർ ആരായിരുന്നു? തോമസ് ഹാർവേ ആയിരുന്നു. തോമസ് ഹാർവേ ബാബർ ആയിരുന്നു ആ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ. എന്നാൽ ഈ വിപ്ലവം അടിച്ചമർത്തിയത് ആരായിരുന്നു? ആർതർ വെല്ലസിയാണ്. ആർതർ വെല്ലസ്ലി. അപ്പോൾ ഈ ആർതർ വെല്ലസ്ലി എന്ന് പറയുന്നത് ആരാണ്? ബ്രിട്ടീഷ് പട്ടാളങ്ങളുടെ സർവ്വസൈന്യാധിപനാണ്. ആ ബ്രിട്ടീഷ് പട്ടാളങ്ങളുടെ സർവ്വസൈന്യാധിപനായിട്ടുള്ള ആർതർ വെല്ലസ്ലിയാണ് ഇത് അടിച്ചമർത്തിയത്. അപ്പോൾ ഈ ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘം ഏത് പേരിൽ അറിയപ്പെടുന്നത്? കോൽക്കാർ എന്നാണ് അറിയപ്പെടുന്നത്. കോൽക്കാർ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി 1805 നവംബർ 30 പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ചത്. മരണമാണ്. വെടിയേറ്റ് മരിച്ചത് എന്നാണ് 1805 നവംബർ 30 എവിടെ വെച്ചിട്ടാണ്? മാനന്തവാടിയിലെ മാവിലാൻ തോട് എവിടെയാണ്? മാനന്തവാടി. ഓക്കെ. മാവിലാൻ തോട് മാനന്തവാടിയിലാണ്. അപ്പോൾ മാനന്തവാടിയിലാണ് എന്തുള്ളത്? സ്മാരകം ഉള്ളത്. മാനന്തവാടി എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. അപ്പോൾ ഈ പോയിന്റ് എല്ലാം പഠിക്കണം. അപ്പോൾ എന്താണ്? രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ വർഷം പഠിക്കുക, അതിനുള്ള കാരണം പഠിക്കണം. വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാണ്. അതിൽ സഹായിച്ചവരിൽ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് കൈതേരി അമ്പുവാണ്. കുറിച്യരുടെ നേതാവാരായിരുന്നു? തലക്കൽ ചന്തുവായിരുന്നു. ഇനി യുദ്ധതന്ത്രം ഗറില്ല യുദ്ധമാണ്. ആ സമയത്ത് തലശ്ശേരി സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ. ഇത് അടിച്ചമർത്തിയത് ആർതർ വെല്ലസ്ലിയാണ്. ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘമാണ് കോൽക്കാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ഡേറ്റ് പഠിക്കുക. മാനന്തവാടിയിൽ വെച്ചിട്ടാണ് മരിച്ചത്. അപ്പോൾ അവിടെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. അപ്പം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ഈസ്റ്റ് ഹിൽസിലാണ്. കോഴിക്കോട് മ്യൂസിയം കോഴിക്കോടാണ്. ഡാം പഴശ്ശി ഡാം കണ്ണൂരാണ്. പഴശ്ശി ഡാം ഉള്ളത് എവിടെയാണ്? കണ്ണൂരാണ്. പഴശ്ശി ഗുഹ എവിടെയാണ്? മലപ്പുറത്താണ്. പഴശ്ശി ഗുഹ മലപ്പുറത്താണ്. പഴശ്ശി കോളേജ് പുൽപ്പള്ളി വയനാടും ഉണ്ട്. മട്ടന്നൂർ കണ്ണൂരും മട്ടന്നൂരും ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതൊക്കെ പഠിക്കണം. സ്മാരകം എന്തായാലും പഠിക്കണം. മാനന്തവാടിയിലാണ്. ഡാം കണ്ണൂർ, മ്യൂസിയം കോഴിക്കോടാണ്, ഗുഹ മലപ്പുറത്തുമാണ്. ഇനി അതേപോലെ തന്നെ ഒരു വാക്ക് പഠിക്കുക. എന്താണ്? കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള ഒരു നാടുവാണിയാണ്. കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള ഒരു നാടുവാഴിയാണ്. ഒരു പരാജിത ശത്രുവെന്നതിനേക്കാൾ ആ നിലയിൽ വേണം അദ്ദേഹത്തെ കണക്കാക്കാൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് TH ബേബർ. TH ബേബർ ആണ് പഴശ്ശിരാജയെ കുറിച്ച് പറഞ്ഞതാണ്. എന്താണ്? കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള ഒരു നാടുവാഴിയാണ്. ഒരു പരാജിത ശത്രു എന്നതിനേക്കാൾ ആ നിലയിൽ വേണം അദ്ദേഹത്തെ കണക്കാക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഇനി അതേപോലെ തന്നെ എന്താണ്? പഴശ്ശിരാജ കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്ന ചിത്രം. അപ്പോൾ ഒരു ചിത്രമാക്കിയിട്ടുണ്ട് പഴശ്ശിരാജയുടെ കഥ. കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്ന ഒരു ചിത്രം. അത് സംവിധാനം ചെയ്തത് ആരാണ്? സംവിധാനം ചെയ്തത് ഹരിഹരനാണ്. ഹരിഹരൻ. അപ്പോൾ അതിൻ്റെ തിരക്കഥ, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ തിരക്കഥ എഴുതിയത് MT ആണ്. MT വാസുദേവൻ നായരാണ് അതിൻ്റെ തിരക്കഥ എഴുതിയത് എന്നും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കാം. ഇനി നായർ പട്ടാള ലഹള നടന്ന വർഷം 1804 നായർ പട്ടാള ലഹള 1804. ഇനി കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ്? 1809 ജനുവരി 11 കുണ്ടറ വിളംബരം. അത് നടന്ന സ്ഥലമാണ് ഇളമ്പള്ളൂർ ക്ഷേത്രം. സ്ഥലം ഏതാണ്? ഇളമ്പള്ളൂർ ക്ഷേത്രമാണ്. അപ്പോൾ വേലുത്തമ്പി ദളവയെ നേരിടാനായിട്ട് തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത്. അപ്പോൾ വേലുത്തമ്പി ദളവയുടെയാണ്. കുണ്ടറ വിളംബരം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേലുത്തമ്പി ദളവ കുണ്ടറയിൽ വെച്ച് നടത്തിയ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള സമരം അല്ലെങ്കിൽ വിളംബരമാണ് എന്തെന്ന് പറയുന്നത്? കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുണ്ടറ വിളംബരത്തിൽ ഈ വേലുത്തമ്പി ദളവയെ നേരിടാനായിട്ട് വന്ന ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ആരാണ്? കേണൽ ലീഗറാണ്. ഓക്കെ. അപ്പോൾ വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയതും ആരെയായി? കേണൽ ലീഗറാണ്. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡൻ്റാണ് കേണൽ മെക്കാളെ. വേലുത്തമ്പി ആത്മഹത്യ ചെയ്തത് 1809 മണ്ണടിയിലാണ്. അപ്പോൾ അവിടെ തന്നെയാണ് എന്തുള്ളത്? സ്മാരകം സ്ഥിതി ചെയ്യുന്നതും. ഇനി മൃതശരീരം കെട്ടിത്തൂക്കിയത് എവിടെയാണ്? കണ്ണൻമൂലയിലാണ്. വേലുത്തമ്പി ദളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയത് കണ്ണൻമൂലയിലാണ്. ഇനി കുണ്ടറ വിളംബരത്തിന് ശേഷം നടന്നിട്ടുള്ള യുദ്ധമാണ് കൊല്ലം യുദ്ധം. ഇതിന് ശേഷം നടന്നിട്ടുള്ളതാണ് 1809 ജനുവരി 11 കുണ്ടറ വിളംബരം. ഇത് ജനുവരി 15 എന്ത് നടന്നത്? കൊല്ലം യുദ്ധം നടന്നത്. ഇനി കുറിച്യർ ലഹള എന്ന് പറഞ്ഞാൽ 1812 കുറിച്യർ ലഹള നടന്നിട്ടുള്ളത് എവിടെ വെച്ചിട്ടാണ്? വയനാട്. കുറിച്യരും കുറുമ്പരുമാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. ദക്ഷിണേന്ത്യയിലെ തന്നെ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണിത്. അപ്പോൾ ഇതിനുള്ള കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയിട്ടുള്ള നികുതി തന്നെയാണ്. കുറിച്യരുടെയും കുറുമ്പരുടെയും മേലെ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയിട്ടുള്ള നികുതി. ഓക്കെ. അപ്പോൾ ഈ നികുതി പണമായിട്ട് നൽകാനായിട്ട് അവരെ പ്രേരിപ്പിച്ചിരുന്നു. പണമായി നികുതി നൽകാത്തവരുടെ കൃഷിയിടങ്ങളൊക്കെ അവർ കൃഷിഭൂമിയൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇതിനുള്ള കാരണം. അപ്പോൾ ഇവരുടെ മേലെ ഇങ്ങനെ നികുതി ഏർപ്പെടുത്തിയിട്ടുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് തോമസ് വാർഡൻ ആണ് ഇവർക്ക് മേലെ നികുതി ഏർപ്പെടുത്തിയത്. അപ്പോൾ ഈ ലഹളയുടെ നേതാവ്, കുറിച്യർ ലഹളയുടെ നേതാവ് ആരാ? രാമനമ്പിയാണ് ഇതിലെ നേതാവ്. മുദ്രാവാക്യം എന്തായിരുന്നു? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ള മുദ്രാവാക്യം ഉള്ള ലഹള ഏതാന്ന് ചോദിച്ചാൽ കുറിച്യർ ലഹളയാണ്. അപ്പോൾ ഇത് അടിച്ചമർത്തിയത് എന്നാണ്? 1812 മെയ് 8 ഇനി ഇങ്ങനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ ഈ കലാപകാരികൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? TH ബേബർ ആണ്.
ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. TH ബേബറുടെ വാക്കുകളാണിത്. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞത്. ഇനി മലബാർ കലാപം. മലബാർ കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1921 മലബാർ കലാപം നടക്കുന്നത്. അപ്പോൾ ഈ മലബാർ കലാപത്തിൻ്റെ കാരണം എന്തായിരുന്നു? പൂക്കോട്ടൂർ കലാപമായിരുന്നു. പൂക്കോട്ടൂർ കലാപം അതെന്താണ് സംഭവം? പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയ വടക്കേ വീട്ടിൽ മുഹമ്മദ്, വടക്കേ വീട്ടിൽ ചോദിച്ചിട്ടുള്ളതാണ്, വടക്കേ വീട്ടിൽ മുഹമ്മദ്, വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തു. വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് പൂക്കോട്ടൂർ ഉണ്ടായിട്ടുള്ള ഒരു കലാപമാണ് പൂക്കോട്ടൂർ കലാപം. വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ ഈ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? പ്രധാന കേന്ദ്രമായിരുന്നു തിരൂരങ്ങാടി. തിരൂരങ്ങാടി. ഇതിൻ്റെ നേതാക്കൾ ആരൊക്കെയാണ്? വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ഇത് പഠിക്കണം. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അതുപോലെ തന്നെ സീതി കോയ തങ്ങൾ, സീതി കോയ തങ്ങൾ, പിന്നെ ആരാണ്? അലി മുസ്ലിയാർ, അലി മുസ്ലിയാർ, അലി മുസ്ലിയാർ. അപ്പോൾ താഴെ തന്നിട്ടുള്ള നേതാക്കൾ ഉൾപ്പെടാത്തത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഇതിൻ്റെ നേതാക്കളാണ് കുഞ്ഞഹമ്മദ് ഹാജി, ഏതാണ്? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ, അലി മുസ്ലിയാർ. അപ്പോൾ ഈ മലബാർ കലാപം അല്ലെങ്കിൽ മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായിട്ട് അവരോധിക്കപ്പെട്ടത് ആരാ? അലി മുസ്ലിയാർ ആണ് കേട്ടോ ഭരണാധിപനായത്. ഭരണാധിപൻ. താൽക്കാലിക വിജയത്തെ തുടർന്ന് ഭരണാധിപനായി മാറിയത് ആരാണ്? അലി മുസ്ലിയാറാണ്. ഓക്കെ. ഇനി മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്തു നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തിട്ട് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടൻ. അപ്പോൾ മലബാർ കലാപത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടൻ ആരായിരുന്നു? വക്കം അബ്ദുൾ ഖാദർ മൗലവിയായിരുന്നു. വക്കം അബ്ദുൾ ഖാദർ, വക്കം അബ്ദുൾ ഖാദർ ആണ്. ഇനി ഇതിൽ കൊല്ലപ്പെട്ടിട്ടുള്ള പോലീസ് മേധാവിയാണ് ആര്? ഹിച്ച് ഹോക്കാണ് ഇതിൽ കൊല്ലപ്പെട്ടിട്ടുള്ള പോലീസ് മേധാവി. ഇനി മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ആയത്? TL സ്ട്രേഞ്ച്. ഇനി വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ഏത്? AR നേപ്പ് ആണ് വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ. മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് TL സ്ട്രേഞ്ച്. അപ്പോൾ ഈ വാഗൺ ട്രാജഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മലബാർ കലാപത്തെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് വാഗൺ ട്രാജഡി. 1921 മലബാർ കലാപം. ഇത് 1921 നവംബർ 10 ഇത് ഉണ്ടായിട്ടുള്ളത്. ഇതെന്താ സംഭവം? ഈ മലബാർ കലാപകാരികളെയൊക്കെ ഒരു ഗുഡ്സ് വാഗൺ ട്രെയിനിലിട്ടിട്ട് ഒരു ഗുഡ്സ് വാഗണിൽ നിറച്ചിട്ട് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകും വഴി 90 പേരിൽ 67 പേരും ശ്വാസം കിട്ടാതെ മരിച്ച സംഭവമാണ് വാഗൺ ട്രാജഡി. അതായത് ഒരു ഗുഡ്സ് വാഗണിലെ മലബാർ കലാപകാരികളെയൊക്കെ ഒരു ഗുഡ്സ് വാഗണിൽ നിറച്ചിട്ട് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന വഴിക്ക് 90 പേരിൽ 67 പേരും ശ്വാസം കിട്ടാതെ മരിച്ചു. അതിനെയാണ് നമ്മൾ വാഗൺ ട്രാജഡി എന്ന് പറയുക. അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ കോയമ്പത്തൂരിനടുത്തുള്ള പോത്തന്നൂർ സ്റ്റേഷനാണ്. പോത്തന്നൂരിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പോത്തന്നൂർ സ്റ്റേഷൻ. അപ്പോൾ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്നതിനെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് എന്ത്? സുമിത് സർക്കാർ. സുമിത് സർക്കാരാണ് ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇതിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. തിരൂര്. ഇനിയാണ് ഉപ്പ് സത്യാഗ്രഹം. ഓക്കെ. ഉപ്പ് സത്യാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1930 ഏപ്രിൽ 13 ആരംഭിച്ചത്. ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13. അപ്പോൾ ഇതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? നേതൃത്വം നൽകിയത് കേളപ്പനാണ്. കേളപ്പനാണ് ഇതിന് നേതൃത്വം നൽകിയത്. കേന്ദ്രം, ഈ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേരളത്തിലെ കേന്ദ്രം എവിടെയാണ്? ഉളിയത്ത് കടവ്, പയ്യന്നൂരാണ്. ഉളിയത്ത് കടവാണ്. ഉളിയത്ത് കടവ് എവിടെയാണ്? ഉളിയത്ത് കടവ് പയ്യന്നൂർ. അപ്പോൾ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി കേളപ്പൻ തന്നെയാണ്. കേളപ്പനാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത്. എന്നാൽ കോഴിക്കോട് ജില്ലയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. ഓക്കെ. മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ് ഇതിന് നേതൃത്വം നൽകിയത്. പാലക്കാടാണെങ്കിൽ ആരാണ്? പാലക്കാട് TR കൃഷ്ണസ്വാമി അയ്യരാണ്.
TR കൃഷ്ണസ്വാമി അയ്യരാണ്. അപ്പോൾ ഇങ്ങനെ ഇവർ കോഴിക്കോട് നിന്നും പയ്യന്നൂരിലെത്തിയിട്ട് കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചത് എന്നാണ് 1930 ഏപ്രിൽ 23 ഉപ്പ് നിയമം ലംഘിച്ചത്. ഈ യാത്ര ആരംഭിച്ചത് ഏപ്രിൽ 13. അന്ന് പയ്യന്നൂരിൽ എത്തിയിട്ട് ഇത് ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 23. അപ്പോൾ അവർ ആ വഴി നീളെ പാടിയ ഒരു ഗാനം ഉണ്ടായിരുന്നു. എന്താണ്? വരിക വരിക സഹചരി, വരിക വരിക സഹചരി എന്ന് പറയുന്ന ഗാനം. അത് എഴുതിയത് ആരാണ്? അംശി നാരായണപിള്ള. ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അംശി നാരായണപിള്ളയാണ് അത് എഴുതിയിട്ടുള്ളത്. ഇനി കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത്, അതായത് ഇപ്പോൾ കേളപ്പനാണ് ഇതിന് നേതൃത്വം നൽകിയത്. കേളപ്പന്റെ അറസ്റ്റിന് ശേഷം, കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മൊയ്യാരത്ത് ശങ്കരൻ. ഓക്കെ, മൊയ്യാരത്ത് ശങ്കരൻ. അപ്പോൾ മൊയ്യാരത്ത് ശങ്കരനാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത്. കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഇതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. അദ്ദേഹമാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇനി കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തിയത് എന്ന 1930 മെയ് 12. ഇതിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഉളിയത്ത് കടവിൽ തന്നെയാണ്. ഉളിയത്ത് കടവിലാണ് ഇതിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉപ്പ് സത്യാഗ്രഹത്തെ പറ്റിയിട്ട് പഠിച്ചിരിക്കുക. ഇനി അടുത്താണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം എന്ന 1932 നിവർത്തന പ്രക്ഷോഭം. ഇതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായിട്ട് സംവരണം വേണമെന്നാവശ്യപ്പെട്ടിട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 ആരംഭിച്ചുള്ള പ്രക്ഷോഭമാണ്. അപ്പോൾ ഇത് കൂടുതലും സർക്കാർ ഉദ്യോഗസ്ഥങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ചുള്ള സംഘടന ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ് സംഘടന? അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതിയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു? സി കേശവനും അതുപോലെ തന്നെ TM വർഗീസ്, പിന്നെ ആരാണുള്ളത്? PK കുഞ്ഞ്, NV ജോസഫ്. ഇവരൊക്കെയാണ് ഇതിൻ്റെ നേതാക്കൾ. സി കേശവൻ, TM വർഗീസ്, PK കുഞ്ഞ്, NV ജോസഫ് എന്നിവരൊക്കെയാണ്. ഇനി നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? IC ചാക്കോ ആണ് നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ്. അപ്പം ഇതിൻ്റെ മുഖപത്രം, നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഏതാണ്? കേരള കേസരിയാണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായിട്ട് കണക്കാക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ PSCയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം തന്നെയാണ്. PSCയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ളത് ഇത് തന്നെയാണ്. ഈ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് 1935 സി കേശവൻ തന്നെയാണ്. സി കേശവനാണ് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു PSCയുടെ രൂപീകരണം എന്ന്, അല്ലേ? അപ്പോൾ തിരുവിതാംകൂറിൽ PSC കമ്മീഷൻ രൂപീകരിച്ചത്, തിരുവിതാംകൂറിൽ രൂപീകരിച്ചത് എപ്പോഴാണ്? തിരുവിതാംകൂറിൽ രൂപീകരിച്ചത് 1936 തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ചത്. ഇനി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നായത് എപ്പോഴാണ്? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇതിനെ നമ്മൾ എന്തെന്നാക്കി മാറ്റി? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാക്കി മാറ്റി 1956. ഈ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ പബ്ലിക് സർവീസ് കമ്മീഷണർ ആരായിരുന്നു? GD നോക്സ് ആയിരുന്നു. GD നോക്സ്, അതും കൂടെ ഓർത്തിരിക്കുക. GD നോക്സ്. അപ്പോൾ PSC രൂപീകരണത്തിന് കാരണമായത് നിവർത്തന പ്രക്ഷോഭമാണ്. ഇനി ഇലക്ട്രിസിറ്റി സമരം നടന്നത് തൃശ്ശൂർ ജില്ലയിലാണ്, 1936. അതിന് നേതൃത്വം നൽകിയ മെയിനായിട്ടുള്ള വ്യക്തി AR മേനോനും ഇക്കണ്ട വാര്യരുമാണ് കേട്ടോ. ഓർത്തിരിക്കേണ്ടത് മേനോൻ. പിന്നെ അതുപോലെ തന്നെ ഇക്കണ്ട വാര്യർ.
ഓക്കെ, കണ്ട വാര്യറും പിന്നെ ഈ ഉണ്ണിയൊക്കെയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ഇതെന്താണ്? തൃശ്ശൂരിൽ വൈദ്യുതി വിതരണം നടത്തുന്നതിന് ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകിയതിന് തുടർന്നിട്ടുണ്ടായതാണ്. അപ്പോൾ തൃശ്ശൂരിൽ വൈദ്യുതി വിതരണം നടത്തുന്നതിന് ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകിയ ദിവാൻ ആരായിരുന്നു? ഷൺമുഖം ചെട്ടിയാണ്. അതിനെതിരെ നടത്തിയ പ്രക്ഷോഭമാണിത്. ഷൺമുഖം ചെട്ടിക്കെതിരെ നടത്തിയ പ്രക്ഷോഭം തൃശ്ശൂർ ജില്ലയിലാണെന്ന് ഓർത്ത് വയ്ക്കുക. ഈ വർഷം അവർക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി കല്ലറ പാങ്ങോട് സമരം നടന്നത് എന്നാണ്? കല്ലറ പാങ്ങോട് സമരം 1938 1938 കൊച്ചാപ്പിപ്പിള്ള ആയിരുന്നു അതിൻ്റെ നേതാവ് കേട്ടോ. കൊച്ചാപ്പിപ്പിള്ളയാണ്. ഇനി കടയ്ക്കൽ പ്രക്ഷോഭം നടന്നത് 1938 സെപ്റ്റംബറിലാണ്, കൊല്ലത്താണ്. 1938 തന്നെയാണ് കടയ്ക്കൽ പ്രക്ഷോഭവും നടന്നത്. അതിൽ നേതൃത്വം കൊടുത്തിട്ടുള്ളത് ആരാണ്? രാഘവൻ പിള്ളയാണ്. രാഘവൻ പിള്ള. ഈ രാഘവൻ പിള്ള അറിയപ്പെടുന്നത് എന്താണ്? കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാഘവൻ പിള്ള. കടയ്ക്കൽ ഫ്രാങ്കോ. ഇനി മൊറാഴ സമരം. അപ്പോൾ ഈ മൊറാഴ സമരം എന്നാണ് നടന്നിട്ടുള്ളത്? 1940 കണ്ണൂരാണ്. 1940 കണ്ണൂരാണ് മൊറാഴ സമരം നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ തുടർന്ന് കൊല്ലപ്പെട്ടിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ്? കൃഷ്ണൻകുട്ടി മേനോനാണ്. കെ കൃഷ്ണൻകുട്ടി മേനോൻ. പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ്? കുട്ടിക്കൃഷ്ണ മേനോനാണ്. ഇനി ഇതിനെ തുടർന്ന് മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരിയാണ് ആരാണ്? KPR ഗോപാലനാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. പക്ഷെ അത് പിന്നെ വധശിക്ഷയിൽ ഇളവ് വരുത്തി അത് ജീവപര്യന്തമാക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള വ്യക്തി ആരാണ്? ഗാന്ധിജിയാണ്. അപ്പോൾ ഗാന്ധിജിയുടെ ഇടപെടൽ കൊണ്ട് വധശിക്ഷ ഒഴിവാക്കിയിട്ട് അത് ജീവപര്യന്തമാക്കി മാറ്റി. അപ്പോൾ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാരാ? കുട്ടിക്കൃഷ്ണ മേനോനാണ്. ഇനി കയ്യൂർ സമരം നടന്നത് 1941 കാസർഗോഡ് ജില്ലയിലാണ്. കയ്യൂർ സമരം എവിടെയാണ്? 1941 കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ ഈ കയ്യൂർ സമരത്തെ തുടർന്ന് വധിക്കപ്പെട്ട അല്ലെങ്കിൽ മരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഇതിനെ തുടർന്ന് മരിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് സുബ്ബരായൻ. ആരാണ്? സുബ്ബരായനാണ്. അപ്പോൾ ഇതിൽ തൂക്കിലേറ്റപ്പെട്ടവർ, അപ്പോൾ ഇതിനെ തുടർന്ന് ഈ കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റിയ വ്യക്തികൾ ആരൊക്കെയാണ്? മഠത്തിൽ അപ്പു, പിന്നെ ആരൊക്കെയാണ്? പള്ളിക്കൽ അബൂബക്കർ ഉണ്ട്, കുഞ്ഞമ്പു നായരുണ്ട്. ജസ്റ്റ് ചെറിയ പേരുകളൊക്കെ ഓർത്ത് വയ്ക്കുക. മഠത്തിൽ അപ്പു ആണ്. പിന്നെയുള്ളത് പെഡോര കുഞ്ഞമ്പു നായർ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പെഡോര കുഞ്ഞമ്പു നായരാണ്. പിന്നെ ആരാണ്? ചിരുകണ്ഠൻ. പിന്നെ ആരാണ്? പള്ളിക്കൽ അബൂബക്കറാണ്. ഇവരെയൊക്കെ തൂക്കിലേറ്റപ്പെട്ടു. ഇനി കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഖ്യമന്ത്രി ആരാണ്? കയ്യൂർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഖ്യമന്ത്രി ആരാണ്? E.K. നായനാരാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ള മുഖ്യമന്ത്രി. ഇനി ഇതിന് കയ്യൂർ സമരത്തെ തുടർന്ന് ചിരസ്മരണ എന്ന നോവൽ എഴുതിയത്, കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയിട്ട് ചിരസ്മരണ എന്ന നോവൽ എഴുതിയത് ആരാ? നിരഞ്ജനയാണ്. ഇനി കയ്യൂരും കരിവെള്ളൂരും എന്ന കൃതി ആരാണ്? കയ്യൂരും കരിവെള്ളൂരും A.V. കുഞ്ഞമ്പു ആണ്. A.V. കുഞ്ഞമ്പു. ഇനി കയ്യൂർ സമര ചരിത്രം എന്ന കൃതി എഴുതിയത് V.V. കുഞ്ഞമ്പു ആണ്. V.V. കുഞ്ഞമ്പു. മറ്റേത് A.V. കുഞ്ഞമ്പു, ഇത് V.V. കുഞ്ഞമ്പുമാണ്. ഇനി കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയിട്ട് ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഏത്? മീനമാസത്തിലെ സൂര്യൻ. ഓക്കെ, ലെനിൻ രാജേന്ദ്ര സംവിധാനം. ലെനിൻ രാജേന്ദ്രൻ. ഓക്കെ, അപ്പോൾ കയ്യൂർ സമരം 1941 കാസർഗോഡ് ജില്ലയിലാണ്. അതിൽ മരിച്ച പോലീസ് ഉദ്യോഗസ്ഥനാരാ? സുബ്ബരായനാണ്. അതിൽ പങ്കെടുത്തിട്ടുള്ള മുഖ്യമന്ത്രിയാണ് E.K. നായനാർ. അതിൽ തൂക്കിലേറ്റപ്പെട്ടവരാണ് അപ്പു, കുഞ്ഞമ്പു നായർ, ചിരുകണ്ഠൻ, അബൂബക്കർ എന്നിവരൊക്കെ. ചിരസ്മരണ എന്ന നോവൽ, ഇതിനെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ എഴുതിയത് നിരഞ്ജനയാണ്. കയ്യൂരും കരിവെള്ളൂരും എന്ന് പറയുന്ന കൃതി A.V. കുഞ്ഞമ്പുവിൻ്റെയും കയ്യൂർ സമരചരിത്രം എന്ന കൃതി V.V. കുഞ്ഞമ്പുവിൻ്റെയുമാണ്. ഇതിനെ ആസ്പദമാക്കി നിർമ്മിച്ചിട്ടുള്ള സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. ആരാണ്? ലെനിൻ രാജേന്ദ്രയാണ് അത് സംവിധാനം ചെയ്തിട്ടുള്ളതെന്നും കൂടെ ഓർത്തിരിക്കുക.
കീഴരിയൂർ ബോംബ് കേസ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിട്ടുള്ളതാണ് കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം. ആ വർഷം പഠിച്ചു വയ്ക്കുക, 1942 കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ അതിൽ അറസ്റ്റിലായിട്ടുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേതാക്കൾ തന്നെയാണ്. ആരാണ്? കെ.ബി. മേനോൻ. കെ.ബി. മേനോനും അതുപോലെ തന്നെ ആരും കൂടെ ഉണ്ട്, കുഞ്ഞിരാമക്കിടാവ്. അപ്പോൾ കെ.ബി. മേനോൻ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റാണ്. അപ്പോൾ കീഴരിയൂർ ബോംബ് കേസിൻ്റെ നേതാവ് അല്ലെങ്കിൽ ബുദ്ധി കേന്ദ്രം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? കെ.ബി. മേനോനാണ്. ഇനി പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം നടന്നിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. വർഷം പഠിക്കണം, 1946 തുലാം 10 സമരം എന്നറിയപ്പെടുന്നു. ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇതെല്ലാം പഠിച്ചു വയ്ക്കാം. ഇനി ഈ പുന്നപ്ര വയലാർ സമരം തുലാം 10 സമരം എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയിട്ടുള്ള ദിവാനാണ് ഈ CP രാമസ്വാമി അയ്യർ. അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. അപ്പോൾ സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനും എതിരായിട്ട് തിരുവിതാംകൂറിൽ നടന്നിട്ടുള്ളതാണ് ഈ പുന്നപ്ര വയലാർ സമരം. അപ്പോൾ ഈ അമേരിക്കൻ മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത് ആരാ? CP രാമസ്വാമി അയ്യരാണ്. ഇനി അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി ഇതിനെ ആസ്പദമാക്കിയിട്ട്, പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കിയിട്ട് രചിച്ച നോവലാണ് ഏത്? ഉലക്ക. ആര് രചിച്ചിട്ടുള്ളതാണ്? ഉലക്ക എന്ന് പറയുന്ന നോവൽ കേശവദേവിൻ്റെയാണ്. കേശവദേവ്. ഓക്കെ, കേശവദേവ് രചിച്ചിട്ടുള്ള നോവലാണ് ഉലക്ക. തലയോട്, ഇതിനെ ആസ്പദമാക്കി തലയോട് എന്ന് പറയുന്ന നോവൽ രചിച്ചത് ആരാ? തകഴിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലം ഏതാണെന്ന് ചോദിച്ചാൽ പുന്നപ്ര വയലാറാണ്. പുന്നപ്ര വയലാർ സമരമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി കരിവെള്ളൂർ സമരം നടന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലാണ്, 1946. കരിവെള്ളൂർ സമരം കണ്ണൂർ ജില്ല, 1946. കരിവെള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാ? കരിവെള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്നത് കെ ദേവയാനി. ഇനി തോൽവിറക് സമരം കാസർഗോഡ് ജില്ലയിലാണ്, 1946. അതിൻ്റെ സമരനായിക എന്നറിയപ്പെടുന്നത് ആരാ? കാർത്യായനി അമ്മ. ഇനി കുട്ടംകുളം സമരം നടന്നിട്ടുള്ളത് 1946. കൂത്താളി സമരം 1940-50 കാലഘട്ടത്തിലെ കോഴിക്കോട് ജില്ലയിലാണ്. ചത്താലും ചെത്തും കൂത്താളി എന്ന് പറയുന്ന മുദ്രാവാക്യം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? കൂത്താളി സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് നേതൃത്വം കൊടുത്ത സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ കർഷകർ സംഘമാണ്. അപ്പോൾ കൂത്താളി എസ്റ്റേറ്റിൽ 24,000 ഏക്കർ കൃഷിഭൂമി മലബാർ കളക്ടർ ഏറ്റെടുത്തതായിരുന്നു ഇതിൻ്റെ പ്രധാന കാരണം. ഓക്കെ, കൃഷിഭൂമി മലബാർ കളക്ടർ ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ചത്താലും ചെത്തും കൂത്താളി എന്നുള്ളത് ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക. ഇനി പാലിയ സത്യാഗ്രഹം നടന്നിട്ടുള്ളത് 1947-48 കാലഘട്ടത്തിൽ എറണാകുളം ജില്ലയിലാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് C. കേശവനാണ്. അപ്പോൾ ഇതിൻ്റെ നേതാവ് ചോദിച്ചാൽ C. കേശവനാണ്. അപ്പോൾ അതിലെ രക്തസാക്ഷി ആരായിരുന്നു? പാലിയം സത്യാഗ്രഹത്തിലെ രക്തസാക്ഷി A.G. വേലായുധനാണ്. ഇനി MSP സമരം, മലബാർ സ്പെഷ്യൽ പോലീസാണ്. MSP എന്ന് പറഞ്ഞാൽ മലബാർ സ്പെഷ്യൽ പോലീസ് സമരം 1946 സമരം ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ MSP മലബാർ സ്പെഷ്യൽ പോലീസ് അത് സ്ഥാപിതമായിട്ടുള്ള വർഷമാണ് 1921. മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിതമായത് 1921. ഈ മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത ബ്രിട്ടീഷുകാരനായിരുന്നു റിച്ചാർഡ് ഹിച്ച്കോക്ക്. MSP സ്ഥാപിക്കാനായിട്ട് മുൻകൈയെടുത്തിട്ടുള്ള ആളാണ് ആര്? റിച്ചാർഡ് ഹിച്ച്കോക്ക് എന്ന് പറയുന്ന വ്യക്തി. ഇനി മാഹി വിമോചന സമരം 1948. അതിൻ്റെ നേതാവ് ആരായിരുന്നു? അതിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്നത് I.K. കുമാരൻ മാസ്റ്ററാണ്. I.K. കുമാരൻ മാസ്റ്റർ എന്തെന്നറിയപ്പെടുന്നുണ്ട്? മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന അല്ലെങ്കിൽ മാഹി വിമോചന സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള സംഘടന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാജനസഭയാണ്. മഹാജനസഭ രൂപീകരിച്ചത് 1938. അപ്പോൾ മാഹി വിമോചന സമരം 1948. അതിൻ്റെ നേതാവായിരുന്നു I.K. കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നു. ഇനി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച
സംഘടന, ഇതിൽ പങ്കെടുത്ത സംഘടനയാണ് ഇത് മഹാജനസഭ. മഹാജനസഭ 1938 മഹാജനസഭ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള മുന്നേറ്റങ്ങളൊക്കെ. ഇനി ഇത് കൂടാതെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചില കലാപങ്ങൾ കൂടി ഉണ്ട്. അത് ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള പോയിന്റ് മാത്രം പഠിച്ചിട്ട് പോവാം. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഉദയം പേരൂർ സൂനഹദോസ് വർഷം എന്ന 1899. അപ്പോൾ അതിൻ്റെ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു ചോദിച്ചിട്ടുണ്ട്. അലക്സിസ് ഡി മെനസിസ്. അലക്സിസ് ഡി മെനസിസ് ആണ് ഇതിന് അധ്യക്ഷത വഹിച്ചിട്ടുള്ളത്. ഇനി കൂനൻകുരിശ് സത്യം നടന്ന വർഷം 1653 ജനുവരി 3 വർഷം പഠിച്ചു വെക്കുക. ഇനി ചാന്നാർ ലഹള, അതിൽ ഒന്നാം ചാന്നാർ ലഹളയുണ്ട്, രണ്ടാം ചാന്നാർ ലഹളയുണ്ട്. ഒന്നാം ചാന്നാർ ലഹള നടന്നത് 1822 രണ്ടാം ചാന്നാർ ലഹള നടന്നിട്ടുള്ളത് 1859 അപ്പോൾ ഈ മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാ? ഈ ചാന്നാർ ലഹള തന്നെയാണ്. മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം എന്നൊക്കെ അറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്. അപ്പോൾ ഇതിന് ഈ വസ്ത്രം ധരിക്കാനായിട്ട് എല്ലാവർക്കും അനുവാദം നൽകിയ തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. എന്താണ്? എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽമുണ്ട് വസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയ രാജാവാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അനുവാദം നൽകിയതാണ്. ഏത് ദിവസമാണത്? 1859 ജൂലൈ 26 അനുവാദം നൽകിയ ദിവസം. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇനി ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായിട്ടുള്ള ആത്മീയ നേതാവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഇതിന് നേതൃത്വം വഹിച്ചിട്ടുള്ള ആത്മീയ നേതാവാണ് വൈകുണ്ഠ സ്വാമികൾ. അതും കൂടെ പഠിച്ചു വയ്ക്കാം. ഇനി മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കാം. മലയാളി മെമ്മോറിയൽ ഏത് വർഷം? 1891 ജനുവരി 1 1891 ജനുവരി 1 നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ഇതിനെ നേതൃത്വം നൽകിയത്. അപ്പോൾ ഇത് സമർപ്പിച്ചത് ആർക്കായിരുന്നു? ശ്രീമൂലം തിരുനാളിനാണ്. ശ്രീമൂലം തിരുനാളിനാണിത് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എത്ര പേര് ഒപ്പുവെച്ചിട്ടുണ്ട്? 10,028 പേര് ഒപ്പുവെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഒപ്പുവെച്ചിട്ടുള്ള വ്യക്തി ആരാണ്? ആദ്യമായിട്ട് ഒപ്പുവെച്ചത് ശങ്കരമേനോനാണ് കേട്ടോ. കെ പി ശങ്കരമേനോനാണ് ഫസ്റ്റ് ഒപ്പുവെച്ചത്. ഇനി മൂന്നാമതായിട്ട് ഒപ്പുവെച്ചിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു ആണ് മൂന്നാമതായിട്ട് ഒപ്പുവെച്ചിട്ടുള്ളത്. അപ്പോൾ നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ GP പിള്ളയാണ്. സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിനാണ്. അതിൽ ഒപ്പുവെച്ച ആൾക്കാർ 10,028 പേരാണ്. ആദ്യമായിട്ട് KP ശങ്കരമേനോനും മൂന്നാമതായിട്ട് ഡോക്ടർ പൽപ്പുവും. ഇത് എഴുതി തയ്യാറാക്കിയത് ആരാണ്? CV രാമൻപിള്ളയാണ് ഇത് എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി മലയാളി മെമ്മോറിയലിനെ കുറിച്ചിട്ട് CV രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രം, CV രാമൻപിള്ള ഇതിനെ പറ്റിയിട്ട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ പത്രത്തിൻ്റെ പേരാണ് മിതഭാഷി എന്ന് പറയുന്ന പത്രം. ഓക്കെ. അപ്പോൾ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയം. അപ്പോൾ ഇതിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഈ മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യം പഠിക്കണം. എന്താണ് മുദ്രാവാക്യം? തിരുവിതാംകൂറുകാർക്ക്. അപ്പോൾ ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ബാരിസ്റ്റർ GP പിള്ള തന്നെയാണ്. ഇതിൻ്റെ ഉപജ്ഞാതാവും ബാരിസ്റ്റർ GP പിള്ള തന്നെയാണ്. ഇനി ഈഴവ മെമ്മോറിയൽ 1896 അപ്പോൾ അതിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ് കേട്ടോ. ഡോക്ടർ പൽപ്പു ആണ് അതിന് നേതൃത്വം നൽകിയത്. അപ്പോൾ അതിൽ ഒപ്പുവെച്ചിട്ടുള്ള ആൾക്കാർ 13,176 പേരാണ്. 13,176 പേരാണ്. അപ്പോൾ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? ആ സമയത്തുള്ള ദിവാൻ ശങ്കര സുബ്ബയ്യ ആയിരുന്നു ആ സമയത്തെ ദിവാൻ എന്ന് പറയുന്നത്. ഇത് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാണ്? ശ്രീമൂലം തിരുനാളിനല്ല, കേഴ്സൺ പ്രഭുവിനാണ്. കേഴ്സൺ പ്രഭുവിനാണ് 1900 കേഴ്സൺ പ്രഭുവിനാണിത് സമർപ്പിച്ചത് എന്നുള്ള കൂടെ ഓർത്തിരിക്കുക. ഇനി നായർ ഈഴവ ലഹള നടന്നത് 1905 നായർ ഈഴവ ലഹള 1905. പുലയ ലഹള 1915 അയ്യങ്കാളിയാണ് അതിന് നേതൃത്വം നൽകിയത്.
ഓക്കെ, അയ്യങ്കാളിയാണ് അതിന് നേതൃത്വം നൽകിയത്. ആരാണ് പുലയലഹള? 1915 പഞ്ചമി എന്ന് പറയുന്ന വിദ്യാർത്ഥിനിയെ ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കാനുള്ള അയ്യങ്കാളിയുടെ ശ്രമം അധികാരികൾ തടഞ്ഞതാണ് ലഹളയ്ക്ക് കാരണമായത്. 1915 ആരാ പറഞ്ഞത്? അയ്യങ്കാളിയാണ്. അതിനെ നമ്മൾ ഊരുട്ടമ്പലം ലഹള എന്നും 90-ാം ആണ്ട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പുലയലഹള അറിയപ്പെടുന്നത് എന്താ? ഊരുട്ടമ്പലം. ഓക്കെ, ഊരുട്ടമ്പലം ലഹള എന്നും അതുപോലെ തന്നെ എന്തും കൂടെ അറിയപ്പെടുന്നുണ്ട്? 90-ാം ആണ്ട് ലഹള. അതിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, 90-ാം ആണ്ട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇനി പെരിനാട് ലഹള നടന്നത് കൊല്ലത്താണ്, 1915. അതിന് നേതൃത്വം നൽകിയത് ആര് തന്നെയാണ്? അയ്യങ്കാളി തന്നെയാണ്. പെരിനാട് ലഹള അയ്യങ്കാളി തന്നെയാണ്. കല്ലുമാല സമരം എന്നും അറിയപ്പെടുന്നു. കല്ലുമാല സമരമെന്നും അറിയപ്പെടുന്നു. ഇനി പൗരസമത്വ പ്രക്ഷോഭം അല്ലെങ്കിൽ സമത്വവാദ പ്രക്ഷോഭമൊക്കെ നടന്നത് 1919-22 കാലഘട്ടത്തിലാണ്. 1919-22 കാലഘട്ടത്തിൽ. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. 1924 മാർച്ച് 30 മാർച്ച് 30 ഇത് ആരംഭിച്ചിട്ടുള്ളത്. അവസാനിച്ചത് എന്നാ? ആരംഭിച്ചത് മാർച്ച് 30 അവസാനിപ്പിച്ചത് 1925 നവംബർ 23 അപ്പോൾ ടോട്ടൽ 603 ദിവസങ്ങളാണ് അതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇതിലെ കാക്കിനാട സമ്മേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു വൈക്കം സത്യാഗ്രഹം? ഇന്ത്യയിൽ അയിത്തത്തിനെതിരായിട്ട് നടന്നിട്ടുള്ള ആദ്യത്തെ സംഘടിത കലാപമാണ്. ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം. അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ്. അപ്പോൾ ഈ അയിത്തത്തിനെതിരായിട്ട് TK മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കാക്കിനാട സമ്മേളനം. അതായത് ഇതിൻ്റെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? ഈ TK മാധവനും KP കേശവമേനോനുമാണ് മെയിൻ ആയിട്ടുള്ള ആൾക്കാർ. കേശവമേനോനുമാണ് മെയിൻ ആയിട്ടുള്ള ഇതിലത്തെ നേതാക്കൾ. അപ്പോൾ ഈ അയിത്തത്തിനെതിരായിട്ട് ഈ TK മാധവൻ ഒരു പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ഇത് കാക്കിനാട സമ്മേളനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ അനുകൂലിച്ചിട്ടുള്ള മറ്റ് നേതാക്കളുണ്ട്. അതാരൊക്കെയാണ്? ഇതിനെ അനുകൂലിച്ചിട്ടുള്ള വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച ദേശീയ നേതാക്കളായിരുന്നു ആരൊക്കെ? നമ്മുടെ ഗാന്ധിജിയും അതുപോലെ EV രാമസ്വാമി നായ്ക്കറും. അപ്പോൾ EV രാമസ്വാമി നായ്ക്കർ എന്താ ചെയ്തിട്ടുള്ളത്? മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചു. മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ്. പെരിയോർ വൈക്കം ഹീറോ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇദ്ദേഹമായിരുന്നു. വൈക്കം വീരർ എന്നൊക്കെ അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. ഇനി വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂറിലെ ആളാരായിരുന്നു? വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന സമയത്ത് തിരുവിതാംകൂറിലെ ഭരണാധികാരി ശ്രീമൂലമായിരുന്നു. ശ്രീമൂലം തിരുനാളായിരുന്നു. അവസാനിക്കുമ്പോൾ ആരായിരുന്നു? റാണി സേതു ലക്ഷ്മിബായിയുമാണ്. ഇനി സവർണജാഥ, ഇതിനെ തുടർന്ന് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തെ തുടർന്നിട്ട് സവർണജാഥ നയിച്ചത്. അപ്പോൾ എന്നാണ് അത് ആരംഭിച്ചത്? 1924 നവംബർ 1 അത് തിരുവനന്തപുരത്ത് എത്തിയത് നവംബർ 12 തിരുവനന്തപുരത്തേക്കാണ് സവർണജാഥ നടത്തിയത്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നവംബർ 1 ആരംഭിച്ചിട്ട് നവംബർ 12 അവിടെ എത്തി. എന്നിട്ട് വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായി ആയിരുന്നു. സവർണജാഥയിൽ അവിടെ കൊണ്ടുപോയിട്ട് ആർക്കാണ് സമർപ്പിച്ചത്? റാണി സേതു ലക്ഷ്മിബായി ആണ്. ഇതേപോലെ തമിഴ്നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക്, നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് ആരാ? സവർണജാഥ നയിച്ചത് EME നായിഡു. ഓക്കെ, ME നായിഡു ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി ശുചീന്ദ്രം സത്യാഗ്രഹം നടന്നിട്ടുള്ളത് 1926 ശുചീന്ദ്രം സത്യാഗ്രഹം 1926 അതിൻ്റെ നേതാവ് ആര് തന്നെയായിരുന്നു? ME നായിഡു ആയിരുന്നു. ഇതിൻ്റെ നേതാവ് എന്ന് പറയുന്നത്.
ഇനി ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം 1931 നവംബർ 1-നാണ് ഗുരുവായൂർ സത്യാഗ്രഹം. അതിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് കെ കേളപ്പനായിരുന്നു. കെ കേളപ്പനാണ് പ്രധാന നേതാവ്. അതിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് AK ഗോപാലനായിരുന്നു. AKG ആയിരുന്നു വോളണ്ടിയർ ക്യാപ്റ്റൻ. ഇനി ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? മന്നത്ത് പത്മനാഭനായിരുന്നു. പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി കെ കേളപ്പനുമായിരുന്നു. സെക്രട്ടറി കെ കേളപ്പൻ. പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി കെ കേളപ്പനുമായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയിട്ടുള്ള അബ്രാഹ്മണൻ ആദ്യമായിട്ട് മണിമുഴക്കിയ അബ്രാഹ്മണനാണ് ആര്? പി കൃഷ്ണപിള്ള. ഓക്കെ, പി കൃഷ്ണപിള്ളയാണ്. ഇനി KPCC സമ്മേളനം നടന്ന വർഷം, അതായത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള പ്രസ്ഥാനം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് ഏത്? KPCC, കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള പ്രസ്ഥാനമാണ് ഈ KPCC. ഈ KPCC സമ്മേളനം നടന്നിട്ടുള്ള, ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ കാരണമായിട്ടുള്ള ഈ KPCC സമ്മേളനം നടന്നിട്ടുള്ള സ്ഥലം ചോദിച്ചിട്ടുള്ളതാണ്. ഏത് സ്ഥലമാണ്? വടകരയാണ്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്ക് പൊന്നാനി താലൂക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രധാന നേതാവ് ചോദിച്ചിട്ടുള്ളതാണ് കെ കേളപ്പൻ. വോളണ്ടിയർ ക്യാപ്റ്റൻ ചോദിച്ചിട്ടുള്ളതാണ് AKG. പ്രസിഡന്റ് ആരായിരുന്നു? മന്നത്ത് പത്മനാഭനും സെക്രട്ടറി കെ കേളപ്പനായിരുന്നു. അവിടെ മണിമുഴക്കിയ ബ്രാഹ്മണനാണ് പി കൃഷ്ണപിള്ള. KPCC എന്ന് പറയുന്നത് ഈ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ കാരണമായിട്ടുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ ഈ KPCCയുടെ സമ്മേളനം നടന്നിട്ടുള്ളത് വടകരയിലാണ്. ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് ഗുരുവായൂർ നിലനിന്നിരുന്ന താലൂക്ക് ഏതായിരുന്നു? പൊന്നാനി താലൂക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ യാചനായാത്ര അതും കൂടെ നോക്കാം. യാചനായാത്ര ഏത് വർഷമാണ് യാചനായാത്ര? 1931 യാചനായാത്ര നടന്നത്. അപ്പോൾ ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠന സഹായത്തിന് ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടി നടന്നിട്ടുള്ള യാത്രയാണിത്. ഇതിലെവിടം വരെ ആയിരുന്നു അത്? തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയാണ്. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയാണ്. ഇതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? VT ഭട്ടതിരിപ്പാടാണ്. എത്ര ദിവസം നീണ്ടു നിന്നു? 7 days, 7 ദിവസമാണിത് നീണ്ടു നിന്നത്. VT ഭട്ടതിരിപ്പാടാണ് ഇതിന് നേതൃത്വം നൽകിയത്. അപ്പോൾ അയ്യങ്കാളിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ പഠിക്കണം. ജനിച്ച തീയതി അടക്കം ചോദിച്ചിട്ടുള്ളതാണ്. 1863 ഓഗസ്റ്റ് 28-നാണ് ജനിച്ചിട്ടുള്ളത്. 1863 ഓഗസ്റ്റ് 28. എവിടെയാണ്? വെങ്ങാനൂരാണ്, തിരുവനന്തപുരം ജില്ല. ഓക്കെ, അപ്പോൾ അയ്യങ്കാളിയുടെ ബാല്യകാല നാമം എന്തായിരുന്നു? കാളി എന്നായിരുന്നു കേട്ടോ. ബാല്യകാല നാമം കാളി എന്നായിരുന്നു. അതേപോലെ തന്നെ അധസ്ഥിതരുടെ പടത്തലവൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. അതേപോലെ തന്നെ മഹാത്മാ എന്ന പേരിനോടൊപ്പം ചേർത്തിട്ടുള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അപ്പം മഹാത്മാ എന്ന പേരിനോടൊപ്പം ചേർത്തിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അതേപോലെ തന്നെ കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? അയ്യങ്കാളി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ പ്രീവിയസ് ആണ്. വില്ലുവണ്ടി യാത്ര നയിച്ചത് ആരാണ്? വില്ലുവണ്ടി യാത്ര നയിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. എവിടെ നിന്ന് എവിടെ വരേക്കാണ്? വെങ്ങാനൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ. ഏത് വർഷമാണ്? 1893. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. 1893 വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളിയാണ്, വെങ്ങാനൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക്. അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് 1904 അയ്യങ്കാളിയാണ്. 1904 തന്നെ ഒരു സ്കൂള് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആർക്ക് വേണ്ടിയിട്ട്? ആ പുലയ സമുദായത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വെങ്ങാനൂര് ഒരു സ്കൂൾ ആരംഭിച്ചതും അയ്യങ്കാളിയാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. 1893 വില്ലുവണ്ടി യാത്ര നടത്തി വെങ്ങാനൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക്. കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് 1904. 1904 തന്നെയാണ് പുലയ സമുദായത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വെങ്ങാനൂർ ഒരു സ്കൂൾ ആരംഭിച്ചതും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, സാധുജന പരിപാലന സംഘം 1907 അയ്യങ്കാളിയാണ് സ്ഥാപിച്ചിട്ടുള്ളത്.
അപ്പോൾ ഇത് സ്ഥാപിക്കാനായിട്ട് പ്രചോദനമായിട്ടുള്ള സംഘടന ഏതാ? സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് പ്രചോദനമായിട്ടുള്ള സംഘടനയാണ് SNDP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ മുഖപത്രം ചോദിച്ചിട്ടുള്ളതാണ് എന്താണ്? സാധുജന പരിപാലിനി. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. അത് പ്രസിദ്ധീകരണം ആരംഭിച്ചത് സുദർശന പ്രസ്സിൽ നിന്നുമാണ്. ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിൽ നിന്നുമാണ് ഇതിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അതിൻ്റെ ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു? ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ്. ഇനി ഈ സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറിയത് 1938 1907 സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. അത് പിന്നീട് 1938 പുലയ മഹാസഭ എന്ന് അറിയപ്പെടാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിൻ്റെ മുഖപത്രം എന്താണ്? സാധുജന പരിപാലിനി. സാധുജന പരിപാലിനി എവിടെ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിൽ നിന്നുമാണ്. അതിൻ്റെ ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു? ചെമ്പത്തറ കാളിച്ചോതി കറുപ്പൻ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റ്സും നിങ്ങൾ ഒന്നുപോലും വിടാതെ പഠിക്കാം. ഇനി അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത്. ഈ കണ്ടുമുട്ടലുകളൊക്കെ പണ്ട് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കി വെക്കുക. അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1912 എവിടെ വെച്ചാണ്? ബാലരാമപുരത്താണ്. അപ്പോൾ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ വർഷങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. എന്താണ്? ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുള്ളത് 1911. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1911. കൊച്ചി പുലയ സഭ സ്ഥാപിച്ചത് 1913 അയ്യങ്കാളിയാണ്. അപ്പോൾ കൊച്ചി പുലയ സഭ ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയാണ് 1913. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1915 കല്ലുമാല സമരം, അല്ലെങ്കിൽ അത് പെരിനാട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്നു. എവിടെയാണ് നടന്നിട്ടുള്ളത്? ഇത് കൊല്ലത്താണ്. അപ്പോൾ കൊല്ലത്താണ് നടന്നിട്ടുള്ളത് കല്ലുമാല സമരവും പെരിനാട് ലഹളയും. അപ്പോൾ അതെന്നാണ്? 1915. ഇതിൻ്റെ ആരാ നേതൃത്വം കൊടുത്തതെന്നാണ് ചോദിക്കുക? അയ്യങ്കാളിയാണ്. അതേപോലെ 90-ാം ആണ്ട് ലഹള, ഊരുട്ടമ്പലം ലഹള, പുലയ ലഹള എന്നൊക്കെ അറിയപ്പെടുന്ന ലഹള, അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? അയ്യങ്കാളി തന്നെയാണ് 1915. അപ്പോൾ 1915 രണ്ട് കാര്യങ്ങളുണ്ട്: കല്ലുമാല സമരം, പെരിനാട് ലഹള കൊല്ലത്ത്, പിന്നെ ഊരുട്ടമ്പലം ലഹള എന്നും പുലയ ലഹള എന്നും 90-ാം ആണ്ട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്ന ലഹളയ്ക്കും നേതൃത്വം കൊടുത്തത് അയ്യങ്കാളിയാണ് 1915. ഇനി ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് വെങ്ങാനൂർ വെച്ചിട്ടാണ് 1937. വെങ്ങാനൂർ വെച്ച് 1937. നേരത്തെ നമ്മൾ പറഞ്ഞു ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ബാലരാമപുരത്താണ് 1912. ഇത് 1937 ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് എവിടെ വെച്ചിട്ടാണ്? വെങ്ങാനൂർ വെച്ചിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മരണം സംഭവിച്ചത് എപ്പോഴാണ്? 1941. 1941 ശവകുടീരം അറിയപ്പെടുന്നത് പാഞ്ചജന്യം എന്നാണ്. ശവകുടീരം അറിയപ്പെടുന്നത് എന്താ? പാഞ്ചജന്യം എന്നാണ്. ഇനി പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയെ പുലയരാജ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പുലയരാജ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാ? ഗാന്ധിജിയാണ് വിശേഷിപ്പിച്ചത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാ? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇനി ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? അയ്യങ്കാളി. അതേപോലെ തന്നെ ഞാനിതാ പുലേശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ. ഞാനിതാ പുലേശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനുമാണ് ആര്? അയ്യങ്കാളി. അപ്പോൾ ഇത്രയും കാര്യം. പുലയരാജ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. ഇന്ദിരാഗാന്ധിയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. ഇനി ആളിക്കത്തിയ തീപ്പൊരി എന്ന് വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവാണ്. അതേപോലെ തന്നെ ഞാനിതാ പുലേശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് ആര്? അയ്യങ്കാളി. ഇനി അയ്യങ്കാളിയുടെ പ്രതിമ ആദ്യമായിട്ട് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. എവിടെയാണ്? വെള്ളയമ്പലത്ത് 1980. ഓക്കെ, പൂർണ്ണകായ
പൂർണ്ണകായ പ്രതിമയാണ് കേട്ടോ, മുഴുവനായിട്ടുള്ളത്. പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്, വെള്ളയമ്പലത്താണ് 1980. അതിൻ്റെ ശില്പി ആരായിരുന്നു? ഇസ്രാ ഡേവിസ് ആയിരുന്നു. ഇസ്രാ ഡേവിഡ് ആയിരുന്നു അതിൻ്റെ ശില്പി എന്ന് പറയുന്നത്. ഇനി ഇതിന് സ്റ്റാമ്പ്, അയ്യങ്കാളിയുടെ സ്മരണാർത്ഥം തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2002 സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ഇനി അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി, ഏത് വർഷമാണ്? 2010 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് 2010. ഓക്കെ, അപ്പോൾ ഇത്രയും അയ്യങ്കാളിയെ പറ്റിയിട്ട് ഇത്രയും പോയിന്റ്സ്, ഇത് മിനിമം പോയിന്റ്സ് ആണ്. ഇനി ഒരുപാടുണ്ട്, പക്ഷെ നമുക്ക് പ്രിലിംസ് ലെവലിൽ ഇത്രയൊക്കെ പോയിന്റ്സ് നിങ്ങൾ പഠിച്ചാൽ മതി. ഇതെല്ലാം പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇത് വിട്ടിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. 2023-24 മൊത്തം കേരള ചരിത്രത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലില്ലാത്ത പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചട്ടമ്പി സ്വാമികളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ ജനിച്ചതെന്നാ ഇത് ചോദിച്ചിട്ടുള്ളതാണ് പ്രീവിയസ് ആയിട്ട്. 1853 ഓഗസ്റ്റ് 25. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓഗസ്റ്റ് 25 എന്നുള്ളത് എന്താ? ജീവകാരുണ്യ ദിനം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജീവകാരുണ്യ ദിനം ആരുടെ ജന്മദിനമാണ് ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്? ചോദിച്ചിട്ടുള്ളത് ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. 1853 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. എവിടെയാണ്? തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലാണ് ജനിച്ചിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ വീട്ടുപേര് എന്താ? ഉള്ളൂർക്കോട് വീട്. അപ്പൊ അതേപോലെ അയ്യങ്കാളിയുടെ വീട്ടുപേരും ഉണ്ട് കേട്ടോ. പ്ലാവത്തറ വീട് എന്നായിരുന്നു പറയാൻ വിട്ടതാണ്. പ്ലാവത്തറ വീട് എന്നുള്ളതാണ് വീട്ടുപേര്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഉള്ളൂർക്കോട് വീട് ആരുടെ ഭവനമാണത്? ചട്ടമ്പി സ്വാമികളുടെ ഭവനം അറിയപ്പെടുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നാണ്, എങ്കിലും കുഞ്ഞൻ പിള്ള എന്നാണ് വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ വിളിപ്പേര് കുഞ്ഞൻ പിള്ള എന്നായിരുന്നു. യഥാർത്ഥ നാമം എന്താണ്? അയ്യപ്പൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ആദ്യകാല ഗുരു ആണ് ആര്? പേട്ടയിൽ രാമൻപിള്ള ആശാൻ. അപ്പൊ ചട്ടമ്പി എന്ന പേര് കൊടുത്തത് അദ്ദേഹമാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആദ്യകാല ഗുരു ആരാണ്? പേട്ടയിൽ രാമൻപിള്ള ആശാനാണ്. ഇനി ചട്ടമ്പി സ്വാമികളെ യോഗ, വേദം, അതുപോലെ സംസ്കൃതം ഇതൊക്കെ പഠിപ്പിച്ച ഗുരുവാണ് സുബ്ബജട പാടികളാണ്. യോഗയും വേദവും വേദാന്ത ശാസ്ത്രങ്ങളും അതുപോലെ തന്നെ സംസ്കൃതവും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളത് ആരാണ്? സുബ്ബജട പാടികളാണ്. ഇനി തമിഴ് വേദാന്ത ശാസ്ത്രം പഠിപ്പിച്ചത്, ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം പഠിപ്പിച്ചത് ആരാ? സ്വാമിനാഥ ദേശികറാണ് തമിഴ് വേദാന്ത ശാസ്ത്രം പഠിപ്പിച്ചത്. ഇനി ചട്ടമ്പി സ്വാമികൾ ഏത് സമുദായത്തിലാണ് പെടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? നായർ സമുദായമാണ് കേട്ടോ. നായർ സമുദായമാണ് ചട്ടമ്പി സ്വാമികൾ ഉൾപ്പെടുന്ന സമുദായം. ഇനി ഇദ്ദേഹത്തിന്റെ ഗുരു ആരായിരുന്നു? തൈക്കാടയ്യാണ്. ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാനാണ്. ശരിക്കുള്ള ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈക്കാടയ്യാണ്. ശിഷ്യനാണ് ബോധേശ്വരൻ. ശിഷ്യൻ ആരായിരുന്നു? ബോധേശ്വരനായിരുന്നു. അപ്പൊ ഈ ദിവസം പഠിക്കുക. ഓഗസ്റ്റ് 25 ജനിച്ചത്. അത് നമ്മൾ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഉള്ളൂർക്കോട് ഭവനം വീട്ടുപേര് എന്ന് പറയുന്നത് ഉള്ളൂർക്കോട് വീടാണ്. യഥാർത്ഥ നാമം എന്താ? അയ്യപ്പൻ എന്നാണ്. കുഞ്ഞൻപിള്ള എന്നുള്ള വിശേഷണവും ഉണ്ട്. അതേപോലെ തന്നെ പേട്ടയിൽ രാമൻപിള്ള ആശാനാണ് ഗുരു. അദ്ദേഹമാണ് അദ്ദേഹത്തിന് ചട്ടമ്പി എന്ന പേര് കൊടുത്തത്. ഇനി സുബ്ബജട പാടികളാണ് അദ്ദേഹത്തെ സംസ്കൃതവും യോഗയും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. തമിഴ് പഠിപ്പിച്ചത് ആരാ? സ്വാമിനാഥ ദേശികറാണ്. ഗുരുവാണ് തൈക്കാടയ്യ. ശിഷ്യൻ ബോധേശ്വരനുമാണ്. ഇനി ജ്ഞാനോദയം, ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് എവിടെ വെച്ചിട്ടാണ്? ജ്ഞാനോദയം ലഭിച്ചത് വടിവീശ്വരത്ത് വെച്ചിട്ടാണ്. ചോദിച്ചിട്ടുള്ളതാണ്. വടിവീശ്വരത്ത് വെച്ചിട്ടാണ് ജ്ഞാനോദയം ലഭിച്ചത്. ഇനി വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അഭിപ്രായപ്പെട്ടത്. SCRT പോയിന്റ് ആണ്, പഠിച്ചു വയ്ക്കുക. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. ഇനി ഷൺമുഖദാസൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ്. അങ്ങനെ ഷൺമുഖദാസൻ എന്ന് അദ്ദേഹത്തെ വിളിച്ചത് ആരാണ്? തൈക്കാടയ്യാണ് അദ്ദേഹത്തെ ഷൺമുഖദാസൻ എന്ന് വിളിച്ചത്. അതേപോലെ തന്നെ സർവവിദ്യാധിരാജൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. സർവവിദ്യാധിരാജ. അപ്പൊ ഈ വിദ്യാധിരാജൻ എന്ന പേര് കൊടുത്തത് 8:30 യോഗമാണ് കേട്ടോ. സർവവിദ്യാധിരാജൻ.
വിദ്യാധിരാജൻ, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നൊക്കെ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്യ ചട്ടമ്പിസ്വാമികൾ. ഈ സർവ്വവിദ്യാധിരാജൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ വിദ്യാധിരാജ എന്നുള്ള ആ പേര് കൊടുത്തത് 8 യോഗമാണ്. ഷൺമുഖദാസൻ എന്ന പേര് കൊടുത്തത് ആരാ? തൈക്കാടയ്യയുമാണ്. ഇനി ഇത് ചോദിച്ചിട്ടുള്ളതാണ് കാഷായം ധരിക്കാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി, അതുപോലെ കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പിസ്വാമികളാണ്. കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമികളാണ്. അപ്പോൾ ഈ ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1882-ലും വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് 1892-ലുമാണ്. ഇത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്, അണിയൂർ ക്ഷേത്രത്തിൽ. ഇത് വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് എറണാകുളത്ത് വെച്ചിട്ടാണ് 1892-ല്. ഇതൊക്കെ പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ആ വർഷം നിങ്ങൾ അതുപോലെ ഒന്ന് ഓർത്തിരിക്കുക. ശ്രീനാരായണ ഗുരുവിൻ്റെ കണ്ടുമുട്ടലുകളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും കണ്ടുമുട്ടിയത് 1882-ലാണ് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ട്, തിരുവനന്തപുരത്തെ അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അതേപോലെ വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് 1892-ലുമാണ്. 1892-ലുമാണ് എറണാകുളത്ത് വെച്ചിട്ടാണ്. അപ്പോൾ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് ആരെ പറ്റിയിട്ടാ? മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് ആരെ പറ്റിയാണ്? ചട്ടമ്പിസ്വാമികളെ പറ്റിയിട്ടാണ്. ചട്ടമ്പിസ്വാമികളെ പറ്റിയിട്ട് വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകളാണത്. എന്നാൽ ഞാനൊരു കൊതുകാണെങ്കിൽ അദ്ദേഹം ഒരു ഗരുഡനാണ് എന്ന് ആര് പറഞ്ഞു? ചട്ടമ്പിസ്വാമികൾ പറഞ്ഞതാണ്. ചട്ടമ്പിസ്വാമികൾ വിവേകാനന്ദനെ പറ്റിയിട്ട്, ചട്ടമ്പിസ്വാമികൾ വിവേകാനന്ദനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ് എന്ത്? ഞാനൊരു കൊതുകാണെങ്കിൽ അദ്ദേഹം ഒരു ഗരുഡനാണ് എന്ന് അഭിപ്രായപ്പെട്ടത്. ഇനി മരണം ഏത് വർഷമാണ്? 1924 മെയ് 5-നാണ്. എവിടെ വെച്ചിട്ട്? ആ പന്മന, കൊല്ലത്തെ പന്മനയിൽ വെച്ചിട്ടാണ് സമാധി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. ഇനി സമാധി സ്ഥലത്ത് ബാലഭട്ടാരക ക്ഷേത്രം പണി കഴിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ അവിടെ സമാധി സ്ഥലത്ത് എന്ത് പണി കഴിപ്പിച്ചിട്ടുണ്ട്? ഒരു ബാലഭട്ടാരക ക്ഷേത്രം. അപ്പോൾ അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ്. ബാലഭട്ടാരക ക്ഷേത്രം ചട്ടമ്പിസ്വാമികളുടെ സമാധി സ്ഥലത്തുള്ളതാണ്. ശിവനാണ് അതിൻ്റെ പ്രതിഷ്ഠ. അപ്പോൾ ഇനി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത്, ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014-ലാണ്. 2014. 1924 മരിച്ചു, 2014-ലാണ് സ്റ്റാമ്പ് പുറത്തിറക്കുന്നത്. ഇനി പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള കൃതികൾ മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഒരുപാട് കൃതികൾ ഉണ്ടെങ്കിലും ഇത് മസ്റ്റായിട്ടും പഠിച്ചു വയ്ക്കുക. പ്രാചീന മലയാളം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. അതേപോലെ തന്നെ വേദാധികാര നിരൂപണം, ക്രിസ്തുമത ചേതനം, ആദിഭാഷ, മോക്ഷപ്രദീപ ഖണ്ഡനം, നിജാനന്ദ വിലാസം എല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ഇതൊന്നുപോലും വിടരുത്. ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്നതാണ് PSC. പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, ക്രിസ്തുമത ചേതനം, ആദിഭാഷ, മോക്ഷപ്രദീപ ഖണ്ഡനം, നിജാനന്ദ വിലാസം. ഇതൊക്കെ ആരുടെയാണ്? ചട്ടമ്പിസ്വാമികളുടെയാണ്. അപ്പോൾ ഇനി ഇതിലെ വേദാധികാര നിരൂപണത്തെ പറ്റി, ചട്ടമ്പിസ്വാമികളുടെ വേദാധികാര നിരൂപണത്തെ പറ്റി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടതാണ് ഇങ്ങനെ. എന്ത്? തീ പോലുള്ള വാക്കുകൾ ഇതെഴുതിയ കടലാസ് കത്തിപ്പോകാഞ്ഞത് ഭാഗ്യം എന്ന് ഏത് കൃതിയെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? വേദാധികാര നിരൂപണത്തെ പറ്റി പറഞ്ഞതാണ്. എന്ത്? തീ പോലുള്ള വാക്കുകൾ ഇതെഴുതിയ കടലാസ് കത്തിപ്പോകാഞ്ഞത് ഭാഗ്യം എന്ന് വേദാധികാര നിരൂപണത്തെ പറ്റിയിട്ട് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടതാണ്. ഇനി വിവേകാനന്ദനെ ചിന്മുദ്ര പഠിപ്പിച്ചത്, വിവേകാനന്ദനെ ചിന്മുദ്ര പഠിപ്പിച്ചത് ആരാണ്? ചട്ടമ്പിസ്വാമികളാണ്. ചട്ടമ്പിസ്വാമികളാണ് വിവേകാനന്ദനെ ചിന്മുദ്ര പഠിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം ഓർത്തു വയ്ക്കുക. ആ സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്മാരകം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കൊല്ലത്തെ പന്മനയിലാണ്. അപ്പോൾ ഈ സമാധി സ്ഥലത്ത് ശിഷ്യന്മാർ പണി കഴിപ്പിച്ച ക്ഷേത്രമാണ് ഏത്? ബാലഭട്ടാരക ക്ഷേത്രം. ശിവനാണ് അവിടുത്തെ പ്രതിഷ്ഠ. ഇനി സ്റ്റാമ്പ് പുറത്തിറക്കിയത്, തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014-ലാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളാണ്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, ക്രിസ്തുമത ചേതനം, ആദിഭാഷ, മോക്ഷപ്രദീപ ഖണ്ഡനം, നിജാനന്ദ വിലാസം. ഇതിലെ വേദാധികാര നിരൂപണത്തെ പറ്റിയിട്ടാണ് വിവേകാനന്ദൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. എന്ത്? തീ പോലുള്ള വാക്കുകൾ ഇതെഴുതിയ കടലാസ് കത്തിപ്പോകാഞ്ഞത് ഭാഗ്യം എന്ന്. ഇനി വിവേകാനന്ദനെ ചിന്മുദ്ര പഠിപ്പിച്ചത് ആരാണ്? ചട്ടമ്പിസ്വാമികളാണ്.
ഇനി നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ട് പഠിക്കാം. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1886 ഓഗസ്റ്റ് 20. ചോദിച്ചിട്ടുള്ളതാണ് 1886 ഓഗസ്റ്റ് 20. ഇതിലാകെ 7 ആൾക്കാരെ പറ്റി എടുത്തു പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവരുടെ ജനനവും മരണമൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം 7 പേരെ പറ്റിയിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യനിൽ എന്തായാലും ഒരു 4-5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ടും പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. കേരള ചരിത്രം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചേ പഠിക്കാനുള്ളൂ, നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ 1856 ഓഗസ്റ്റ് 20 ശ്രീനാരായണ ഗുരു ജനിച്ചത്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ വീട്ടുപേര്, ഭവനം ചോദിച്ചിട്ടുള്ളതാണ് വയൽവാരം വീട്. എവിടെയാണ് ജനിച്ചത്? ചെമ്പഴന്തിയിലാണ്, തിരുവനന്തപുരം ചെമ്പഴന്തിയിലാണ് ജനിച്ചിട്ടുള്ളത്. വയൽവാരം വീട്, ഭവനത്തിൻ്റെ പേരാണ് വയൽവാരം വീട്. അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം എന്തായിരുന്നു? നാരായണൻ എന്നായിരുന്നു ബാല്യകാല നാമം. അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കാം. ഇനി 1881 അഞ്ചുതെങ്ങിലെ സ്കൂള് ആരംഭിച്ചു. ഈ വർഷം ചോദിച്ചിട്ടുള്ളതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരുപാട് വർഷങ്ങൾ പഠിക്കാനുണ്ട്. പ്രീവിയസ് ആയി ചോദിച്ചാണ് മെയിനായിട്ട് ഇതിൽ എടുത്തിട്ടുള്ളത്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. 1881 അഞ്ചുതെങ്ങിൽ സ്കൂൾ ആരംഭിച്ചത് ആരാ? ശ്രീനാരായണ ഗുരുവാണ്. അതിനുശേഷമാണ് അദ്ദേഹം നാണു ആശാൻ എന്നുള്ള പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അഞ്ചുതെങ്ങിൽ 1881 സ്കൂൾ ആരംഭിച്ചതിന് ശേഷം അദ്ദേഹം എന്ത് പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങി? നാണു ആശാൻ എന്നുള്ള പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങി. രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജി ശങ്കരക്കുറുപ്പ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ഇനി ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ പഠിപ്പിച്ചത് തൈക്കാടയ്യാണ്. ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ പഠിപ്പിച്ചത് തൈക്കാടയ്യാണ്. ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ചത് എവിടുന്ന? മരുത്വാമലയിൽ നിന്നാണ് കേട്ടോ. മരുത്വാമലയിൽ നിന്നാണ്. പിള്ളത്തടം ഗുഹ, മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിൽ നിന്നാണ്. മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹ. അപ്പോൾ ഈ പോയിന്റ് മസ്റ്റായിട്ട് നോക്കി വയ്ക്കാം. ഇനി അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അരുവിപ്പുറം പ്രതിഷ്ഠ അദ്ദേഹത്തിൻ്റെ കുറേ എണ്ണം ഉണ്ട്, പക്ഷെ അതിൽ പ്രീവിയസ് ആയി ചോദിച്ചു മാത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും വിടാതെ പഠിക്കാം. ഓക്കെ, അപ്പോൾ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് 1888 1888. ശിവഗിരി മഠം സ്ഥാപിച്ചത് 1904. ശിവഗിരി മഠം എന്നാണ് സ്ഥാപിച്ചത് 1904. ആരാണ്? ശ്രീനാരായണ ഗുരു. അദ്വൈതാശ്രമം സ്ഥാപിച്ചത് പെരിയാറിൻ്റെ തീരത്താണ് 1913. ആലുവ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് എന്നാണ്? 1913. അതിൻ്റെ മോട്ടോ, അദ്വൈതാശ്രമത്തിൻ്റെ മോട്ടോ എന്താ? സാഹോദര്യം സർവത്ര എന്നാണ് അദ്വൈതാശ്രമത്തിൻ്റെ മോട്ടോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അരുവിപ്പുറം പ്രതിഷ്ഠ 1888. അരുവിപ്പുറം പ്രതിഷ്ഠ നമ്മൾ പറഞ്ഞു 1888. അപ്പോൾ ഈ അരുവിപ്പുറം ക്ഷേത്ര കവാടത്തിൽ ഇങ്ങനെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് അരുവിപ്പുറം ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിൽ എഴുതി വെച്ചിട്ടുള്ള വാക്കുകളാണ്. എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് എഴുതി വെച്ചിട്ടുള്ളത് എവിടെയാ? അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ ഭിത്തിയിലാണ്. അപ്പം നമ്മൾ പറഞ്ഞു ശിവഗിരി മഠം സ്ഥാപിച്ചത് 1904. അദ്വൈതാശ്രമം 1913. അപ്പം അതിന്റെ മോട്ടോ എന്താണ്? ഓം സാഹോദര്യം സർവത്ര എന്നുള്ളതാണ്. ഇനി ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എവിടെയാ? കളവൻകോടാണ് കേട്ടോ. കളവൻകോട് ചോദിച്ചിട്ടുള്ളതാണ്. കളവൻകോടാണ്. അതുപോലെ തന്നെ നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത് എവിടെയാ? തൃശ്ശൂര് കാരമുക്കിലുള്ള വിളക്കമ്പലം ക്ഷേത്രത്തിലാണ് നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത്. വിളക്കമ്പലത്താണ്. എവിടെയാണത്? തൃശ്ശൂര് കാരമുക്കുള്ള വിളക്കമ്പലത്താണ് നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ്, ആലുവ സർവമത സമ്മേളനം നടന്നത് 1924. അതിൻ്റെ അധ്യക്ഷൻ സദാശിവ അയ്യരായിരുന്നു. അതിൻ്റെ അധ്യക്ഷനാരായിരുന്നു? സദാശിവ അയ്യരാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോട്, നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത് വിളക്കമ്പലത്താണ്, കാരമുക്ക് തൃശ്ശൂർ.
സർവമത സമ്മേളനം നടന്നത് 1924 അതിൻ്റെ അധ്യക്ഷൻ സദാശിവ അയ്യരായിരുന്നു. ഇനി ശ്രീനാരായണ ഗുരു സന്ദർശിച്ചിട്ടുള്ള ഏക രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ് കേട്ടോ. ശ്രീനാരായണ ഗുരു സന്ദർശിച്ചിട്ടുള്ള ഏക രാജ്യമാണ് ശ്രീലങ്ക. അത് ആദ്യമായി സന്ദർശിച്ചത് 1918 രണ്ടാമത് 1926 2 തവണ സന്ദർശിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ശ്രീലങ്ക സന്ദർശിച്ചത് 1918 രണ്ടാമതായിട്ട് 1926 ഇനി ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതിമ സ്ഥാപിച്ചത് തലശ്ശേരിയിലാണ്. ആദ്യ പ്രതിമ തലശ്ശേരി, അതായത് ജീവിച്ചിരിക്കെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതിനർത്ഥം ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിച്ച ആദ്യ അല്ലെങ്കിൽ ഏക നവോത്ഥാന നായകൻ അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് കേട്ടോ. ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? തലശ്ശേരിയിലാണ്. അപ്പൊ ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. ഇനി കണ്ടുമുട്ടലുകളാണ്. ശ്രീനാരായണ ഗുരുവും കുറച്ച് മറ്റ് സാമൂഹ്യ പരിഷ്കർത്താക്കളെ കണ്ടുമുട്ടിയ ഈ വർഷവും സ്ഥലവും ഇതിൽ മിക്കതും പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ചട്ടമ്പി സ്വാമികളെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 1882 തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. കുമാരനാശാനെ കണ്ടുമുട്ടിയത് 1891 കായിക്കരയിലാണ്. അയ്യങ്കാളി നേരത്തെ പറഞ്ഞതാണ് 1912 ബാലരാമപുരത്ത് വെച്ചിട്ടാണ്. ടാഗോറിനെ കണ്ടുമുട്ടിയത് 1922 ശിവഗിരിയിൽ വെച്ചിട്ടാണ്. ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് 1925 ശിവഗിരിയിൽ വെച്ചിട്ട് തന്നെയാണ്. ഇനി ഡോക്ടർ പൽപുവിനെ കണ്ടുമുട്ടിയത് 1895 ബാംഗ്ലൂരാണ്. വാഗ്ബടാനന്ദനെ കണ്ടുമുട്ടിയത് 1917 അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ടുമാണ്. എപ്പോഴാണ്? 1917 അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ടാണ് ആരെ കണ്ടുമുട്ടിയിട്ടുള്ളത്? വാഗ്ബടാനന്ദനെ കണ്ടുമുട്ടിയിട്ടുള്ളത്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ 1882, കുമാരനാശാൻ 1891, അയ്യങ്കാളി 1912, ടാഗോർ 1922, ഗാന്ധിജി 1925, ഡോക്ടർ പൽപു 1895, വാഗ്ബടാനന്ദൻ 1914. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് SNDP. ഓക്കെ, ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം. SNDP സ്ഥാപിച്ചത് എന്നാണ്? 1903 മെയ് 15 കേട്ടോ. 1903 മെയ് 15 SNDP സ്ഥാപിതമായിട്ടുള്ളത്. അപ്പോൾ ഈ SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? SNDPയുടെ ആസ്ഥാനം കൊല്ലമാണ്. SNDPയുടെ ആസ്ഥാനം. ഈ SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ആരാ? വാവൂട്ട് യോഗം. വാവൂട്ട് യോഗമാണ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വർഷം ചോദിച്ചിട്ടുണ്ട്. 1903 ഇതിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗമാണ്. അപ്പോൾ SNDP രൂപീകരണത്തിന് കാരണമായിട്ടുള്ള യോഗം, SNDP രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള യോഗം അരുവിപ്പുറം ക്ഷേത്രയോഗമാണ്. ഇനി അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ചത് 1898 കേട്ടോ. അപ്പോൾ SNDP രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള യോഗം 1898 അരുവിപ്പുറം ക്ഷേത്രയോഗമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി SNDPയുടെ ആജീവനാന്തകാല അധ്യക്ഷൻ ആരായിരുന്നു? ആജീവനാന്തകാല അധ്യക്ഷൻ ഗുരു തന്നെയാണ്, ശ്രീനാരായണ ഗുരു തന്നെയാണ്. സെക്രട്ടറി ആരായിരുന്നു? സെക്രട്ടറി കുമാരനാശാനാണ് സെക്രട്ടറി എന്ന് പറയുന്നത്. കുമാരനാശാനാണ് സെക്രട്ടറി. അതിൻ്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപുവുമായിരുന്നു. വൈസ് പ്രസിഡന്റ് ആരാ? ഡോക്ടർ പൽപുവാണ്. ഇനി ശ്രീനാരായണ ഗുരുവിനെ SNDP സ്ഥാപിക്കുവാൻ പ്രേരിപ്പിച്ച വ്യക്തിയാണ് ഡോക്ടർ പൽപു കേട്ടോ. ഈ SNDP രൂപീകരിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തിയാണ് ഡോക്ടർ പൽപു. SNDP രൂപീകരിക്കാൻ കാരണമായത് 1898 അരുവിപ്പുറം ക്ഷേത്രയോഗമാണ്. അപ്പോൾ SNDPയുടെ ആസ്ഥാനം കൊല്ലമാണ്. മുൻഗാമി വാവൂട്ട് യോഗം. അധ്യക്ഷൻ ആരണ്യ ശ്രീനാരായണ ഗുരു തന്നെയായിരുന്നു. സെക്രട്ടറി കുമാരനാശാനുമാണ്. വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപുവുമാണ്. ഇനി SNDPയുടെ മുഖപത്രം. ഈ SNDPയുടെ മുഖപത്രം ഏതാ? SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. ഈ വിവേകോദയം സ്ഥാപിച്ചത് 1904 അതിൻ്റെ സ്ഥാപകൻ കുമാരനാശാനുമാണ് അതിൻ്റെ സ്ഥാപകൻ. അപ്പോൾ വിവേകോദയമാണ് ഇതിൻ്റെ ആദ്യത്തെ മുഖപത്രം. 1904 വിവേകോദയം സ്ഥാപിച്ചത് ആരാ? കുമാരനാശാൻ. വിവേകോദയം അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്. എന്താണ്? ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് ഏതാ? വിവേകോദയമാണ്. അപ്പോൾ ഈ വിവേകോദയത്തിൻ്റെ ആദ്യ പത്രാധിപർ, വിവേകോദയത്തിൻ്റെ ഫസ്റ്റ്
പത്രാധിപർ ആരായിരുന്നു? ഫസ്റ്റ് പത്രാധിപർ എം ഗോവിന്ദനാണ്. എം ഗോവിന്ദൻ. ഓക്കെ, എം ഗോവിന്ദനാണ് ഫസ്റ്റ് പത്രാധിപർ എന്ന് പറയുന്നത്. ഇനി SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം, SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം ഏതാ? ഇപ്പോഴത്തെ മുഖപത്രം ഏതാണ്? ഇപ്പോഴത്തെ മുഖപത്രം യോഗാനാഥമാണ്. യോഗാനാഥം. അപ്പൊ ഇത്രയും പഠിച്ചു വയ്ക്കുക കേട്ടോ. എന്താണ് SNDPയുടെ മുഖപത്രം? വിവേകോദയമാണ്. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് വിവേകോദയമാണ്. വിവേകോദയം സ്ഥാപിച്ചത് ആരാ? കുമാരനാശാനാണ്. 1904 അതിന്റെ ഫസ്റ്റ് പത്രാധിപർ എം ഗോവിന്ദനാണ്. ഇനി ഇപ്പോഴത്തെ മുഖപത്രം ഏതാ? യോഗാനാഥമാണ്. അത്രയും കൂടെ ഓർത്തിരിക്കുക. ഇനി ആദ്യ രചന, ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആർക്ക് വേണ്ടിയാണ് സമർപ്പിച്ചിട്ടുള്ളത്? അത് ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടിയിട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഇനി ആത്മോപദേശ ശതകം അദ്ദേഹത്തിൻ്റെയാണ്. ദൈവദശകം, ദർശനമാല, ജാതി മീമാംസ, ജാതി നിർണയം, ജാതി ലക്ഷണം ഒക്കെ ഇദ്ദേഹത്തിന്റെ കൃതികളാണ്. ഇതെല്ലാം പഠിച്ചു വയ്ക്കുക. ഏതൊക്കെയാണ്? ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ജാതി മീമാംസ, ജാതി നിർണയം, ജാതി ലക്ഷണം. ഈ വർഷം എടുത്തു ചോദിച്ചിട്ടുള്ളതാണ്. ആത്മോപദേശ ശതകം രചിച്ച വർഷം 1897 ഏത്? 1897. അതിൽ പറയുന്നതാണ് ഏത്? അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ യപരന് സുഖത്തിനായി വരേണം എന്ന് പറയുന്ന ആ കൃതി ഏതാ? ആത്മോപദേശ ശതകമാണ്. ചോദിച്ചിട്ടുണ്ട് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്നുള്ളത്. ഇനി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ആര്യ? ശ്രീനാരായണ ഗുരു. ഇനി മറ്റൊരു രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ആളും ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരുവാണ്. അത് ഏത് രാജ്യത്തിന്റെ? ശ്രീലങ്കയുടെ കേട്ടോ. അപ്പൊ ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളിയും ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഇനി ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാ? കന്നേറ്റി കായലാണ് കേട്ടോ. ശ്രീനാരായണ ട്രോഫി വള്ളംകളി കന്നേറ്റി കായലാണ്. ശ്രീനാരായണ ഗുരുസ്വാമി എന്ന ജീവചരിത്രം എഴുതിയത് സാനുവാണ്. MK സാനു ആണ് ശ്രീനാരായണ സ്വാമി എന്ന ജീവചരിത്രം എഴുതിയത്. ഇനി ശ്രീനാരായണ ഗുരുവിനെ ആസ്പദമാക്കിയിട്ടുള്ള യുഗപുരുഷൻ എന്ന സംവിധാനം ചെയ്തത് ആരാണ്? സിനിമ സംവിധാനം ചെയ്തത് R. സുകുമാരനാണ്. സുകുമാരൻ. അപ്പൊ ഇത്രയും പോയിന്റ്സ് എല്ലാം പ്രീവിയസ് ആണ്, പഠിച്ചിരിക്കുക. അതേപോലെ ഇദ്ദേഹത്തിന്റെ കുറെ കോട്ടുകളുണ്ട്. എന്തൊക്കെയാണ്? ഒരു ജാതി, അതെല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. ഒരു ജാതി ഒരു മതം, ഒരു ജാതി ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഒരു ജാതി ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. പിന്നെ ഏതാണ്? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അതുപോലെ തന്നെ സംഘടിച്ച് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞിട്ടുള്ള എന്താണ്? മദ്യം വിഷമാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ളതും അദ്ദേഹം തന്നെയാണ്. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. എന്ന് പറയുന്ന ഈ കോട്ടുകളെല്ലാം തന്നെ ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. അതുപോലെ തന്നെ കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് ശ്രീനാരായണ ഗുരു എന്നുള്ളത് ഓർത്തിരിക്കുക. കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് ആര്? ശ്രീനാരായണ ഗുരു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ട് ഇത്രയും പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക. പണ്ഡിറ്റ് കറുപ്പനെ പറ്റി പറയുമ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് എന്നാണ്? 1885 മെയ് 24 1885 മെയ് 24 ജനിച്ചത്. എവിടെയാ? ചേരാനെല്ലൂര്. എവിടെയാണിത്? എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂരാണ്. ഭവനം സാഹിത്യ കുടീരം. വീട്ടുപേരാണ്. വീടിന്റെ പേരെന്താണ്? സാഹിത്യ കുടീരം വീടാണ്. യഥാർത്ഥ നാമം, പണ്ഡിറ്റ് കറുപ്പന്റെ യഥാർത്ഥ നാമം ശങ്കരൻ എന്നാണ് യഥാർത്ഥ നാമം. കേരള ലിങ്കൻ അല്ലെങ്കിൽ കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ കവി തിലകൻ, സാഹിത്യ നിപുണൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഈ കവി തിലകം പട്ടം നൽകി പണ്ഡിറ്റ് കറുപ്പനെ ആദരിച്ചത് ആരാണ്? കൊച്ചി മഹാരാജാവാണ്. അതുപോലെ കവി തിലകൻ, സാഹിത്യ നിപുണൻ എന്നൊക്കെയുള്ള പദവി കൊടുത്തത് കൊച്ചി മഹാരാജാവാണ്. അപ്പോൾ കവി തിലക പട്ടം നൽകി ആദരിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്നുള്ളത് ഓർത്തിരിക്കുക. നൽകിയത് ആരാ? കൊച്ചി മഹാരാജാവാണ്. ഇനി വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്.
കൃഷ്ണവർമ്മ വലിയ കോയി തമ്പുരാനാണ്. ഇനി പണ്ഡിറ്റ് കറുപ്പന്റെ ഗുരുവിന്റെ പേരെന്താ? അഴീക്കൽ വേലുവൈദ്യൻ. അഴീക്കൽ വേലുവൈദ്യർ ആണ്. ഇനി സഭകള്. ഓക്കെ, അപ്പൊ പണ്ഡിറ്റ് കറുപ്പനാണ് സഭകൾ രൂപീകരിച്ചത്. സഭ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അങ്ങനെ സഭകൾ, കുറേ സഭകൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പഠിക്കണം. ഓരോന്നായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ അടുത്ത് ചോദിച്ചിട്ടുള്ളതാണ് വാല സമുദായ പരിഷ്കാരിണി സഭ. അതിന്റെ ആസ്ഥാനം ചോദിച്ചിട്ടുള്ളതാണ്. അത് ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതെല്ലാം പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. കല്യാണധായിനി സഭ. കല്യാണധായിനി സഭ കൊടുങ്ങല്ലൂരാണ്. അതിന്റെ ആസ്ഥാനം. സന്മാർഗ പ്രദീപ സഭ എവിടെയാ? കുമ്പളത്താണ്. കല്യാണധായിനി കൊടുങ്ങല്ലൂര്, സന്മാർഗ പ്രദീപ സഭ കുമ്പളം. ജ്ഞാനോദയം സഭ എവിടെയാണ്? ഇടക്കൊച്ചിയിലാണ്. ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി. അരയ വംശോധാരിണി സഭ ഏങ്ങണ്ടിയൂരാണ്. അരയ വംശോധാരിണി സഭ ഏങ്ങണ്ടിയൂരാണ്. ഇനി ബാല സമുദായ പരിഷ്കാരിണി സഭ തേവരയിലാണ്. പ്രബോധ ചന്ദ്രോദയ സഭ എവിടെയാ? വടക്കൻ പറവൂരാണ്. പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂര്. ബാലസേവാ സമിതി വൈക്കത്താണ്. ബാല സമുദായ പരിഷ്കാരിണി സഭ തേവരയിലും ബാലസേവാ സമിതി വൈക്കത്തുമാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം പഠിക്കണം. കല്യാണദായിനി സഭ എവിടെയാണ്? കൊടുങ്ങല്ലൂര്. സന്മാർഗ പ്രദീപ സഭ കുമ്പളം. ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി. അരയ വംശോധാരിണി സഭ ഏങ്ങണ്ടിയൂര്. ബാലസമുദായ പരിഷ്കാരിണി സഭ തേവര. പ്രബോധ ചന്ദ്രോദയ സഭ എവിടെയാ? വടക്കൻ പറവൂര്. ബാലസേവാ സമിതി വൈക്കത്തുമാണ്. ഇനി ആദ്യ കവിത, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യ കവിത ഏതാ? സ്തോത്രമന്താരമാണ്. സ്തോത്രമന്താരം. അതേപോലെ ജാതിക്കുമ്മി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതായത് ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതിയാണ്. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയായ ജാതിക്കുമ്മി ആരുടെയാണ്? പണ്ഡിറ്റ് കറുപ്പന്റെയാണ്. അതേപോലെ ആചാരഭൂഷണം, ലങ്കാമർദ്ദനം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ആയി ചോദിച്ചു മാത്രമേ എടുത്തിട്ടുള്ളൂ. ആചാരഭൂഷണം, ലങ്കാമർദ്ദനം. ഇനി ഒരുപാട് കൃതികളുണ്ട്. അപ്പൊ ഇതെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ജാതിക്കുമ്മി, ആചാരഭൂഷണം, ലങ്കാമർദ്ദനം. ആദ്യ കവിതയാണ് സ്തോത്രമന്താരം. ഇനി അരയ സമാജം സ്ഥാപിച്ച വ്യക്തി ആരാ? പണ്ഡിറ്റ് കറുപ്പനാണ്. 1907 അരയ സമാജം. അരയ സമാജം. ഇനി അഖില കേരള അരയ മഹാസഭ. അഖില കേരള അരയ മഹാസഭ 1922 അഖില കേരള അരയ മഹാസഭ 1922. ഇനി കായൽ സമ്മേളനം സംഘടിപ്പിച്ചത്, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് കായൽ സമ്മേളനം. കായൽ സമ്മേളനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? പണ്ഡിറ്റ് കറുപ്പൻ. വർഷമേതാ? 1913. 1913. ഇനി കൊച്ചിൻ പുലയ മഹാസഭ. കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചതും ആര് തന്നെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ തന്നെയാണ്. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ് സമാധി സപ്താഹം. ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട സമാധി സപ്താഹം ചട്ടമ്പി സ്വാമികളുടെ സമാധിയോടനുബന്ധിച്ച് അതിനനുശോചിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ് സമാധി സപ്താഹം. ചട്ടമ്പി സ്വാമികളുടെ വേർപാടിനെ അനുശോചിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ് സമാധി സപ്താഹം. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ കൊച്ചിൻ ആരുടെ വേർപാടുമായി ബന്ധപ്പെട്ടുള്ളതാണ് ചോദിച്ചിട്ടുണ്ട്? ചട്ടമ്പി സ്വാമികളുടെയാണ്. എഴുതിയത് ആരാ? പണ്ഡിറ്റ് കറുപ്പനുമാണ്. ഇനി കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായതാണ് 1925. അപ്പൊ ആദ്യത്തെ കവിത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്തോത്രമന്താരം. ജാതിക്കുമ്മി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ആചാരഭൂഷണം, ലങ്കാമർദ്ദനം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ്. പിന്നെ സമാധി സപ്താഹം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്, കായൽ സമ്മേളനം സംഘടിപ്പിച്ചത്, അഖില കേരള അരയ മഹാസഭ, അരയ സമാജം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ വർഷം 1925. മരിച്ചത് 1938 മാർച്ച് 23. 1938 മാർച്ച് 23 സ്മാരകം എവിടെയാ? ചേരാനല്ലൂരാണ് ജനിച്ചത്. അവിടെ തന്നെയാണ് സ്മാരകവും സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പണ്ഡിറ്റ് കറുപ്പിനെ പറ്റി ഇത്രയും പോയിന്റ്സ്. അപ്പോൾ ഒരുപാട് വർഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് 7 ആൾക്കാരെ പറ്റിയേ പഠിക്കാനുള്ളൂ. അപ്പോൾ അതൊരു 1 മണിക്കൂർ കൊണ്ട് തീരുന്നതാണ്. പക്ഷെ ആ 1 മണിക്കൂറിൽ നിങ്ങൾക്ക് ഒരു 5 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ടും പഠിക്കുക. ഇനി കുമാരഗുരുദേവൻ ജനിച്ചത് 1879 ഫെബ്രുവരി 17 ഇരവിപ്പേരൂരാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എവിടെയാണ് ജനിച്ചിട്ടുള്ളത്? ഇരവിപ്പേരൂരാണ്, പത്തനംതിട്ട ജില്ല. ഇരവിപ്പേരൂര്, പത്തനംതിട്ട ജില്ല. കുമാരഗുരുദേവൻ ജനിച്ച വർഷം 1879 ഫെബ്രുവരി 17. അപ്പൊ ശരിക്കുള്ള നാമം എന്താ? കുമാരൻ എന്നായിരുന്നു. പിന്നീടാണ് അത് കുമാരൻ എന്നായി മാറിയത്. കുമാരൻ എന്നായിരുന്നുള്ളത് പേര്, പിന്നീട് അത് കുമാരൻ എന്നായിട്ട് മാറി. പിന്നെ ക്രിസ്തുമതത്തിൽ ആകൃഷ്ടനായിട്ട് ക്രിസ്തുമതം
സ്വീകരിക്കുകയും യോഹന്നാൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ കുമാരഗുരുദേവൻ എന്നായിരുന്നു പേര്, പിന്നെ ഇപ്പം എന്തായി, യോഹന്നാൻ എന്നുള്ള പേര്. അപ്പോൾ ക്രിസ്തു മതത്തിൽ ആകർഷണമായിട്ട് ക്രിസ്തു മതം സ്വീകരിക്കുകയാണ്. അതിനുശേഷമാണ് എന്ത്, യോഹന്നാൻ എന്നുള്ള പേര് സ്വീകരിക്കുന്നത്. പിന്നീട് എന്ത് ചെയ്തു, ക്രിസ്തു മതം ഉപേക്ഷിച്ച് സ്വന്തമായിട്ട് ഒരു പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്ന സ്വന്തമായിട്ടൊരു സഭ രൂപീകരിക്കുകയാണ് 1909. അതിനുശേഷമാണ് എന്ത്, ഈ പുലയൻ മത്തായി എന്നൊക്കെ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എത്രയേ ഉള്ളൂ, എന്താണ്, എവിടെയാണ് ജനിച്ചതെന്നുള്ളത് നോക്കുക. ഇരവിപേരൂരാണ്. വർഷവും പറ്റിയെങ്കിൽ പഠിച്ചു വെക്കുക. ഇനി യോഹന്നാൻ, അതുപോലെ പേരുകൾ കണ്ടു, പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നത്, പുലയൻ മത്തായി എന്നറിയപ്പെടുന്നത്, കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത്, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്ന ആരാ, കുമാരഗുരുദേവനാണ്. പുലയൻ മത്തായി എന്നറിയപ്പെടുന്നു, കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു. ഇനി ക്രിസ്തുമതത്തിൽ നിന്ന് അത് ഉപേക്ഷിച്ചിട്ട് പിന്നെ സ്വന്തമായിട്ട് ഒരു 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS. അതിൻ്റെ ആസ്ഥാനം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇരവിപേരൂരാണ്. അപ്പോൾ വർഷവും പഠിക്കണം, അത് ആരാണ് സ്ഥാപിച്ചതെന്നും പഠിക്കണം, അതിൻ്റെ ആസ്ഥാനം, ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇരവിപേരൂരാണ് അതിൻ്റെ ആസ്ഥാനം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാ, കുമാരഗുരുദേവനാണ്. 1909 അതിൻ്റെ മുഖപത്രം പഠിക്കുക, ആദിയാർ ദീപം. മുഖപത്രം ഏതാ, ആദിയാർ ദീപം. പിന്നെ ഒരുപാട് ലഹളകൾക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് ദളിത് സമുദായത്തിന് വേണ്ടിയിട്ട് നടത്തിയ കുറേ ലഹളകൾ ആര്, കുമാരഗുരുദേവൻ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ് അടിലഹളയും വാകത്താനം ലഹളയും. അടിലഹള, വാകത്താനം ലഹള, ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത വ്യക്തി ആരാ, കുമാരഗുരുദേവനാണ്. ദളിത് സമുദായത്തിന് വേണ്ടി നടത്തിയ ലഹളയാണിത്, അടിലഹള, വാകത്താനം ലഹള. ഇനി കേരള ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന വ്യക്തിയാണ്, കേരള ദളിതൻ എന്ന ആശയം പ്രചരിപ്പിച്ച വ്യക്തിയാണ് ആരെ, പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാരഗുരുദേവൻ. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, 2 തവണ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിയാണ് കുമാരഗുരുദേവൻ. 2 തവണ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. വർഷം 1921 1931. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 1921 1931. 2 തവണ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്, കുമാരഗുരുദേവനാണ്. ഇനി 1937 നെയ്യാറ്റിൻകരയിൽ വെച്ചിട്ട് ഗാന്ധിജിയെ കണ്ടുമുട്ടിയത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 1937 നെയ്യാറ്റിൻകരയിൽ വെച്ചിട്ട് ഗാന്ധിജിയെ കണ്ടുമുട്ടിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രത്നമണികൾ, അതായത് അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് രത്നമണികൾ. അപ്പൊ ആ രത്നമണികൾ എന്നുള്ള നാമത്തിൽ കവിതകൾ എഴുതിയിരുന്ന വ്യക്തിയാണ് ആര്, കുമാരഗുരുദേവൻ. ഇമ്പോർട്ടൻ്റ് ആണ് കുമാരഗുരുദേവൻ. മരണം എന്ന 1939 മരിച്ചത്. സമാധി 1939. അപ്പോൾ വളരെ കുറച്ച് പോയിന്റ് ഉള്ളൂ, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. എല്ലാം പഠിക്കുക, ഒന്നുപോലും വിടരുത്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ പ്രത്യക്ഷ ദൈവസഭയുടെ ആസ്ഥാനം പഠിക്കുക, ഇരവിപേരൂർ, അവിടെ തന്നെയാണ് ജനിച്ചിട്ടുള്ളതും. അടിലഹള, വാകത്താനം ലഹള. പിന്നെന്താണ്, കേരള ദളിതൻ എന്ന ആശയം 2 തവണ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത വ്യക്തിയാണ്. നെയ്യാറ്റിൻകരയിൽ വെച്ചിട്ടാണ് ഗാന്ധിജിയെ കണ്ടുമുട്ടിയത്. വർഷം പഠിക്കുക 1937. രത്നമണികൾ എന്നുള്ള അതായത് കവിതകൾ, ആ പേരിലാണ് കവിതകൾ എഴുതിയിരുന്നത്. മരണം 1939. ഇനി VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാട് ജനിച്ചത് 1896 മാർച്ച് 26 1896 മാർച്ച് 26. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്രവിവാഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട്. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്രവിവാഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണ ജാഥ, മിശ്രവിവാഹവുമായി അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജാഥ നടത്തിയത് 1968 കാഞ്ഞങ്ങാട് നിന്നും ചെമ്പഴന്തിയിലേക്ക്. ഇമ്പോർട്ടൻ്റ് ആണ്, കാഞ്ഞങ്ങാട് നിന്ന് ചെമ്പഴന്തിയിലേക്ക്. എന്തിനാണത്, മിശ്രവിവാഹ പ്രചാരണത്തിന് വേണ്ടിയിട്ടുള്ള ജാഥ നയിച്ച വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട്. 1968. ഇനി നമ്പൂതിരി യുവജന സംഘം സ്ഥാപിച്ചു. വർഷം 1919. 1919 നമ്പൂതിരി യുവജന സംഘം സ്ഥാപിച്ച വ്യക്തിയാണ് ആര്, VT ഭട്ടതിരിപ്പാട്. അതിൻ്റെ മുഖപത്രം
പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഉണ്ണി നമ്പൂതിരി. ഉണ്ണി നമ്പൂതിരി എന്നുള്ളതാണ് അതിൻ്റെ മുഖപത്രം. 1919 നമ്പൂതിരി യുവജന സംഘം, അതിൻ്റെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി. ഇനി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രശസ്തമായിട്ടുള്ള നാടകം എഴുതിയത് ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാടാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അത് ആദ്യമായി അവതരിപ്പിച്ചത് എവിടെയാണ്? ഇടക്കുന്നിയിലാണ് കേട്ടോ ആദ്യമായി അവതരിപ്പിച്ചത്. ഇത് എഴുതിയത് 1929 വർഷം ചോദിച്ചിട്ടുണ്ട്. ഇനി ആദ്യമായി അവതരിപ്പിച്ചത് എവിടെയാ? ഇടക്കുന്നിയിലാണ്. ഇടക്കുന്നിയിലാണ് ഇത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന പ്രശസ്തമായ നാടകം അവതരിപ്പിച്ചത് ഇടക്കുന്നിയിലാണ്. ഇനി ഗുരുവായൂർ ക്ഷേത്രപ്രവേശന ജാഥയ്ക്കിടെ ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന പ്രസ്താവന, ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന പ്രസ്താവന നടത്തിയ വ്യക്തിയാണ് ആര്? വി.ടി. ഭട്ടതിരിപ്പാട്. ഇത് ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്നിങ്ങനെയുള്ള പ്രസ്താവന നടത്തിയത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. ഏത് സാഹചര്യത്തിലായിരുന്നു അത്? ഗുരുവായൂർ ക്ഷേത്രപ്രവേശന ജാഥയ്ക്കിടെയാണ്. ഓക്കെ, അപ്പൊ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് നാടകമാണ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഏത് വിഭാഗമാണ്? നാടകമാണ്. അത് ആദ്യമായി അവതരിപ്പിച്ചത് ഇടക്കുന്നിയിലാണ്. ഇനി യോഗക്ഷേമ സഭ ഇമ്പോർട്ടൻ്റ് ആണ്. യോഗക്ഷേമ സഭ 1908 അതിൻ്റെ പ്രധാന പ്രവർത്തകനായിരുന്നു ആര്? വി.ടി. ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകനാണ് വി.ടി. ഭട്ടതിരിപ്പാട്. ഏത് വർഷമാണ്? 1908. അതിൻ്റെ ആദ്യ പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. മുഖപത്രം മംഗളോദയം. യോഗക്ഷേമ സഭയുടെ മുഖപത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മംഗളോദയമാണ്. മംഗളോദയം. ആപ്തവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. ആപ്തവാക്യം എന്താ? നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതാണ്. ഇനി വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. കണ്ണീരും കിനാവും. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണെന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. വി.ടി. ഭട്ടതിരിപ്പാടാണ്. അതേപോലെ തന്നെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആരുടെയാണെന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതും ഏതാ? വി.ടി. ഭട്ടതിരിപ്പാടിന്റെ തന്നെയാണ്. ഇനി യോഗക്ഷേമ സഭ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1908 അതിന്റെ പ്രസിഡന്റ്, അതിന്റെ മുഖപത്രം എല്ലാം പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ ആദ്യ കവിതാ സമാഹാരമാണ് രജനീരംഗം. ആദ്യ കവിതാ സമാഹാരം ഏതാ? രജനീരംഗം. ആദ്യ കവിതാ സമാഹാരമാണ് രജനീരംഗം. മരണം വി.ടി. ഭട്ടതിരിപ്പാടിന്റെ മരണം എന്നായിരുന്നു? 1982 ഫെബ്രുവരി 12. 1982 ഫെബ്രുവരി 12. ഇനി വി.ടി. ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? പാലക്കാട് ശ്രീകൃഷ്ണപുരത്താണ്. പാലക്കാടുള്ള ശ്രീകൃഷ്ണപുരത്താണ് വി.ടി. ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഇനി യാചനായാത്ര. യാചനായാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് വി.ടി. ഭട്ടതിരിപ്പാട്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് യാചനായാത്ര. എന്നാണത്? 1931 തൃശ്ശൂരിൽ നിന്ന് ചന്ദ്രഗിരിപ്പുഴയിലേക്ക്. ചന്ദ്രഗിരിപ്പുഴ എവിടെയാ? കാസർഗോഡാണ്. ഓക്കെ, തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയായിരുന്നു ഏത്? യാചനായാത്ര. 1931 7 ദിവസം നീണ്ടുനിന്ന യാത്രയായിരുന്നു അത് കേട്ടോ. 7 ദിവസം നീണ്ടുനിന്ന യാത്രയായിരുന്നു അത്. പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സമാഹരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പൊ യാചനായാത്രയ്ക്ക് ആരാണ് നേതൃത്വം നൽകിയത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അതാരാണ്? വി.ടി. ഭട്ടതിരിപ്പാടാണ്. 1931 ഈ യാചനായാത്ര. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയാണ്. 7 ദിവസമാണിത് നീണ്ടുനിന്നത് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കാം. ഇനി പങ്കെടുത്ത ഏക INC സമ്മേളനം. വി.ടി. ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഏക INC സമ്മേളനം ഏതാ? അഹമ്മദാബാദ് സമ്മേളനമാണ്. 1921. 1921 അഹമ്മദാബാദ് സമ്മേളനമാണ് വി.ടി. ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഏക INC സമ്മേളനം. ഓക്കെ, അപ്പോൾ വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഈ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുള്ള ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ ഒന്നും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് മന്നത്ത് പത്മനാഭനും കൂടി മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പം മന്നത്ത് പത്മനാഭൻ ജനിച്ചത് എന്നാ? 1878 ജനുവരി 2 എവിടെയാണ്? പെരുന്ന എവിടെയാ? കോട്ടയം ജില്ലയാണ് കേട്ടോ. പെരുന്ന കോട്ടയം ജില്ലയാണ്. എന്നാണ് ജനിച്ചിട്ടുള്ളത്? 1878 ജനുവരി 2. ഇനി ഭാരത കേസരി, കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാ? മന്നത്ത് പത്മനാഭനാണ്. ഭാരത കേസരി, കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അപ്പൊ കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് ഇദ്ദേഹത്തെ വിളിച്ചത് KM പണിക്കരാണ്. ഓക്കെ, കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ
മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ച വ്യക്തി ആരാ? സർദാർ KM പണിക്കരാണ്. അതേപോലെ തന്നെ ഭാരത കേസരി ബഹുമതി നൽകി ആദരിച്ചത്, അതായത് മന്നത്ത് പത്മനാഭനെ ഭാരത കേസരി ബഹുമതി നൽകി ആദരിച്ച പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇനി മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം 1921 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1921 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായത് 1949 1949 ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പെരുന്നയിലാണ് ജനിച്ചിട്ടുള്ളത്. ഈ മദൻ മോഹൻ മാളവ്യ ഭാരത കേസരി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാ? എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഇത് ചോദിച്ചിട്ടുണ്ട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? മന്നത്ത് പത്മനാഭനായിരുന്നു. അതിന്റെ സെക്രട്ടറി KK കേളപ്പനുമായിരുന്നു. ഓക്കെ, അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, അതുപോലെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1921 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായത് 1949 ഇനി മുതുകുളം പ്രസംഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുതുകുളം സ്പീച്ച് എന്നാണ്? 1947 വർഷം പഠിക്കണം. മുതുകുളം പ്രസംഗം 1947 ആരുടെയാണ്? മന്നത്ത് പത്മനാഭന്റെയാണ്. അതേപോലെ കോഴഞ്ചേരി പ്രസംഗം ഉണ്ട്, അത് വേറെയാണ്. അത് ആരുടെയാ? C കേശവന്റെയാണ് കോഴഞ്ചേരി പ്രസംഗം. ഇതും ചോദിച്ചിട്ടുണ്ട്. മുതുകുളം പ്രസംഗം ആരുടെയാ? മന്നത്ത് പത്മനാഭന്റെയാണ്. 1947 ഇനി BBC-യിൽ മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തിയാണ്. BBC-യിൽ മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തിയാണ് ആര്? മന്നത്ത് പത്മനാഭൻ. BBC-യിൽ മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തി. ഇനി 1959 EMS മന്ത്രിസഭയെ ഇറക്കിവിടാൻ വേണ്ടിയിട്ടുള്ള 1959 വിമോചന സമരം നയിച്ചത് 1959 വിമോചന സമരം നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അതിന്റെ ഭാഗമായിട്ട് ജീവശിഖ ജാഥ, ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. എവിടം മുതൽ എവിടം വരെ? അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ. അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് വിമോചന സമരത്തിന്റെ ഭാഗമായിട്ട്. 1959 വിമോചന സമരം. ഇനി സവർണ ജാഥ, അതുപോലെ തന്നെ സവർണ ജാഥ നയിച്ചു. അത് ഏതുമായി ബന്ധപ്പെട്ടിട്ടാ? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സവർണ ജാഥ. എവിടം മുതൽ എവിടം വരെ? വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നയിച്ച വ്യക്തിയും ആര് തന്നെയാ? മന്നത്ത് പത്മനാഭനാണ്. സേതു ലക്ഷ്മിബായിക്കാണ് എന്നിട്ട് അവിടെ കൊടുക്കുന്നത് ഇതിന്റെ. അപ്പൊ സവർണ ജാഥ വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ്. 1924 ഇനി മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ആത്മകഥ എൻ്റെ ജീവിത സ്മരണകൾ. എൻ്റെ ജീവിത സ്മരണകൾ എന്ന് പറയുന്ന ആത്മകഥ മന്നത്ത് പത്മനാഭന്റെയാണ്. കണ്ണീരും കിനാവും നമ്മൾ നേരത്തെ കണ്ടു, ആരുടെയാ? VT ഭട്ടതിരിപ്പാടിന്റെയാണ്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ ഇത്രയും കൃതികൾ, ഒരുപാട് കൃതികളുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്നേഹലത, പഞ്ചകല്യാണി നിരൂപണം, തത്വചിന്ത. സ്നേഹലത, പഞ്ചകല്യാണി നിരൂപണം, തത്വചിന്ത എന്നീ കൃതികളൊക്കെ ആരുടെയാണ്? മന്നത്ത് പത്മനാഭന്റെയാണ്. അപ്പൊ ഈ എല്ലാ പോയിന്റും പഠിച്ചിരിക്കും. ഇനി R ശങ്കറിനോടൊപ്പം ചേർന്ന് രൂപീകരിച്ച പാർട്ടി, മന്നത്ത് പത്മനാഭനും R ശങ്കറും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. 1950 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്താണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി? ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചത് മന്നത്ത് പത്മനാഭനും R ശങ്കറും ചേർന്നിട്ടാണ് 1950. ഇനി നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായിട്ട് NSS രൂപീകരിച്ചത് ഈ വർഷം ചോദിച്ചിട്ടുണ്ട്. NSS രൂപീകരിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. NSS എന്ന് പറഞ്ഞാൽ നായർ സർവീസ് സൊസൈറ്റി. നായർ സർവീസ് സൊസൈറ്റി എവിടെയാണ് അതിന്റെ ആസ്ഥാനം? പെരുന്നയാണ്, കോട്ടയത്തെ പെരുന്നയാണ്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിരിക്കുക. NSS 1914 ഒക്ടോബർ 31 പെരുന്ന. അപ്പൊ ഇതിന്റെ ആദ്യകാല നാമം എന്തായിരുന്നു? ഇതിന്റെ ആദ്യകാല നാമം എന്ന് പറയുന്നത് നായർ ഭൃത്യജന സംഘം. ഭൃത്യജനസംഘം, നായർ ഭൃത്യജന സംഘം എന്നുള്ളതായിരുന്നു ഇതിന്റെ ആദ്യകാല നാമം. ഈ നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ്
ആര്? കപ്പന കണ്ണൻ മേനോൻ. കപ്പന കണ്ണൻ മേനോനാണ് നായർ ഭൃത്യജന സംഘം എന്നുള്ള പേര് നിർദ്ദേശിച്ചത്. ഇനി NSS നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ചിട്ടുള്ള സെർവൻസ് ഓഫ് സൊസൈറ്റിയുടെ മാതൃകയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് കേട്ടോ. സെർവൻസ് ഓഫ് സൊസൈറ്റി, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സെർവൻസ് ഓഫ് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാ? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ 1905 അതിന്റെ മാതൃകയിലാണ് NSS രൂപീകരിച്ചിട്ടുള്ളത്. NSS എന്ന് അതിന് പുനർനാമകരണം ചെയ്തത്. അപ്പൊ സ്റ്റാർട്ടിങ് ഇതിന്റെ പേര് നായർ ഭൃത്യജന സംഘം എന്നുള്ളതായിരുന്നു. ഇനി അതിനെ NSS എന്നാക്കിയത് 1915 1915 NSS എന്നുള്ള പേരാക്കിയത്. അപ്പൊ ഈ നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് ആരാ? K. പരമുപിള്ളയാണ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, പണ്ട് PSC ചോദിച്ചിട്ടുള്ളതാണ് K. പരമുപിള്ള. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെക്കണം. NSS വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ വർഷം ചോദിച്ചിട്ടുണ്ട്. 1914 ഒക്ടോബർ 31 പെരുന്നയാണ്. മന്നത്ത് പത്മനാഭനാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ആദ്യകാല നാമം നായർ ഭൃത്യജന സംഘം എന്നുള്ളതായിരുന്നു. അത് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോനാണ്. ഇനി NSS എന്ന് അതിനെ വീണ്ടും റീനെയിം ചെയ്തത് 1915 അതിന് ആ പേര് നിർദ്ദേശിച്ചത് K. പരമുപിള്ളയുമാണ്. ഇനി ഇതിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? നമ്മൾ പറഞ്ഞ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി, അതിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി കേളപ്പനുമായിരുന്നു. പക്ഷെ NSS അത് നേരെ തിരിഞ്ഞു വരും. കണ്ടോ, അവിടെ സെക്രട്ടറി ആയിരുന്ന ആള് NSSന്റെ പ്രസിഡന്റായി. ഓക്കെ, അപ്പൊ NSSന്റെ പ്രസിഡന്റ് K. കേളപ്പനും സെക്രട്ടറി മന്നത്ത് പത്മനാഭനും. സത്യാഗ്രഹ കമ്മിറ്റിയുടെ, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു മന്നത്ത്, സെക്രട്ടറി ആയിരുന്നു കേളപ്പൻ. ഓക്കെ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോരുത്. അപ്പൊ NSSന്റെ പ്രസിഡന്റ് K. കേളപ്പനും സെക്രട്ടറി മന്നത്ത് പത്മനാഭനുമാണ്. അതിന്റെ മുഖപത്രം ചോദിച്ചിട്ടുള്ളതാണ് സർവീസ് ആണ് അതിന്റെ മുഖപത്രം. ഇനി NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ്? കറുകച്ചാൽ കോട്ടയത്താണ്. കറുകച്ചാൽ കോട്ടയത്താണ് NSSന്റെ ആദ്യത്തെ സ്കൂൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇനി ആദ്യ കോളേജ്, NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് കറുകച്ചാൽ കോട്ടയം. ആ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ K. കേളപ്പനായിരുന്നു കേട്ടോ. ഈ സ്കൂള് അപ്പോൾ ആദ്യമായിട്ടൊരു സ്കൂൾ സ്ഥാപിച്ചില്ല, അതിന്റെ ഹെഡ് മാസ്റ്റർ ആരായിരുന്നു? K. കേളപ്പനായിരുന്നു. ഇനി NSSന്റെ ആദ്യ കോളേജ് ആരംഭിച്ചത് ചങ്ങനാശ്ശേരിയിലാണ് ആദ്യ കോളേജ്. ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജ് 1947 കോളേജ് സ്ഥാപിച്ചത്. ഇനി ആദ്യ ആശുപത്രി സ്ഥാപിച്ചത്, NSSന്റെ ആദ്യ ആശുപത്രി സ്ഥാപിച്ചത് എവിടെയാ? പന്തളത്താണ്. ഇനി മലയാളി സഭ, കേരളീയ നായർ സംഘടന എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാ? NSS ആണ്. NSSന്റെ മറ്റ് നാമങ്ങളാണ് മലയാളി സഭ, കേരളീയ നായർ സംഘടന. മലയാളി സഭ, കേരളീയ നായർ സംഘടന എന്നൊക്കെ അറിയപ്പെടുന്നത് NSS ആണ്. ഇനി NSSന്റെ ആദ്യ കരയോഗം നടന്നത് എവിടെയാ? NSSന്റെ ആദ്യ കരയോഗം നടന്നത് പത്തനംതിട്ടയിലെ പത്തനംതിട്ടയിലാണ് ആദ്യത്തെ കരയോഗം നടന്നത്. തട്ടയിൽ, പത്തനംതിട്ട. ഓക്കെ, അപ്പൊ ഇത് ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? K. കേളപ്പനായിരുന്നു. സെക്രട്ടറി മന്നത്തായിരുന്നു. മുഖപത്രം സർവീസ്. ഇതിന്റെ ആദ്യ സ്കൂൾ കറുകച്ചാൽ, അതിന്റെ പ്രിൻസിപ്പൽ, അതിന്റെ ഹെഡ് മാസ്റ്റർ K. കേളപ്പനായിരുന്നു. ആദ്യ കോളേജ് ചങ്ങനാശ്ശേരിയാണ്. അപ്പൊ ഈ കോളേജിൽ 1947 സ്ഥാപിച്ചിട്ടുള്ളത്. അതിന്റെ പ്രിൻസിപ്പൽ ആരായിരുന്നു? നാരായണ അയ്യർ ആയിരുന്നു കേട്ടോ. TK നാരായണ അയ്യർ ആയിരുന്നു അതിന്റെ പ്രിൻസിപ്പൾ. ഇത് NSSന്റെ ആദ്യ ആശുപത്രി സ്ഥാപിച്ചത് പന്തളത്താണ്. ഇനി അതുപോലെ തന്നെ മലയാളി സഭ, കേരളീയ നായർ സംഘടന എന്നൊക്കെ അറിയപ്പെടുന്നത് NSS തന്നെയാണ്. ഓക്കെ, ഇനി ഈ NSSന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ സമ്മേളനം, സമസ്ത കേരള നായർ സമ്മേളനം നടന്ന വർഷം 1916 കേട്ടോ. സമസ്ത കേരള നായർ സമ്മേളനം NSSന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ സമ്മേളനം നടന്നത് 1916 അതുപോലെ തന്നെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം NSS രജിസ്റ്റർ ചെയ്തത്, ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം NSS രജിസ്റ്റർ ചെയ്ത വർഷം കൂടി പഠിക്കുക, 1925 1925 NSS രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിവിടെ പറഞ്ഞു NSSന്റെ ആദ്യ കരയോഗം ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തട്ടയിലാണ്, പത്തനംതിട്ട, തട്ടയിലാണ് പത്തനംതിട്ട. ഈ NSSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ പാർട്ടിയാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി കേട്ടോ. NSSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ദേശീയ പാർട്ടിയാണ് ഏതെന്ന് പറയുന്നത്? നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക. അതുപോലെ മന്നം സമാധി എവിടെയാ? പെരുന്നയിലാണ് ജനിച്ചതും മരണവും എവിടെ തന്നെയാണ്? പെരുന്ന, കോട്ടയം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ 4 പേരെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. അതൊന്നുപോലും വിടാതെ പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്